ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ സിസ്റ്റംസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ സിസ്റ്റംസ് 4 ടൈപ്പ് ഓഫ് പവർ ജനറേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ, അപ്പോൾ അതിൽ അവസാനം പറഞ്ഞ ഡീസൽ പവർ പ്ലാന്റ് ആയിരുന്നു. ഡീസൽ പവർ പ്ലാന്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടി ഒന്ന് പറയാം. ദറ്റ്സ് കൺവേർട്സ് കെമിക്കൽ എനർജി ഡീസൽ ടു ഇലക്ട്രിക്കൽ എനർജി. ദ കപ്പാസിറ്റി ഓഫ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് എത്രയാണ്? 75 to 3750 കിലോ വാട്ട് അല്ലെങ്കിൽ 2 to 50 മെഗാവാട്ട് റേഞ്ചിലൊക്കെയാണ് എന്ത് ഡീസൽ എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത്. മാക്സിമം ടെമ്പറേച്ചർ ഡെവലപ്പ് ഇൻ ഡീസൽ എഞ്ചിൻ ഈസ് 2000 to 2500 ഡിഗ്രി സെൽഷ്യസ്. ഇനി സ്പീഡ് ഓഫ് ദ ഡീസൽ എഞ്ചിൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. സ്പീഡ് ഓഫ് ദ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് 1000 to 3000 RPM ആണ്. സ്റ്റാർട്ടിങ് ഓഫ് ഹൈ ഔട്ട്പുട്ട് ഡീസൽ എഞ്ചിൻസ് ബൈ എയർ കംപ്രസർ. ഓക്കെ, എയർ കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് എന്ത് നമ്മൾ ഹൈ ഔട്ട്പുട്ട് ഡീസൽ എഞ്ചിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ ലൂബ്രിക്കേഷൻ കോസ്റ്റ് എന്താണ്? ഹൈ ആണ് ഡീസൽ എഞ്ചിൻ്റെ. ഹീറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 കിലോ കാലറി പെർ കിലോഗ്രാം. പിന്നെ ടെമ്പറേച്ചർ കൂളിങ്ങിൻ്റെ കൂളിംഗ് വാട്ടർ എന്ന് പറയുന്നത് വാട്ടറാണ് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ കൂളിംഗ് വാട്ടർ ലീവിങ് ദ എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കൂളിംഗ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് എക്സീഡ് 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുപോലെ സൂപ്പർ ചാർജർ ഉണ്ട്. സൂപ്പർ ചാർജർ എന്ന് വെച്ചാൽ ടു ഇൻക്രീസ് ദ പ്രഷർ ഓഫ് ദ എയർ പ്രൊവൈഡ് ടു ദ എഞ്ചിൻ ടു ഇൻക്രീസ് ദ പവർ ഓഫ് ദ എഞ്ചിൻ. അതായത് നമ്മൾക്ക് കംപ്രസ്ഡ് എയർ, പ്രഷറൈസ്ഡ് എയർ ആണ് കൊടുക്കേണ്ടത് ഇഞ്ചക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സാധനമാണ് ഇത് സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മഫ്ലർ എന്ന് പറയുന്നത് ആർ പ്രൊവൈഡഡ് ഓൺ ദ എക്സോസ്റ്റ് ലൈൻ ടു റെഡ്യൂസ് ദ പ്രഷർ ആൻഡ് റെഡ്യൂസ് ദ നോയ്സ്. നമ്മുടെ എക്സോസ്റ്റ് ലൈൻ, നമ്മുടെ സ്മോക്ക് പുറത്തു വരുന്ന എക്സോസ്റ്റ് ലൈനിൽ നിന്ന് പ്രഷർ അതേപോലെ നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് മഫ്ലർ എന്ന് പറയും. നെക്സ്റ്റ് സിയോലൈറ്റ് സോഫ്റ്റ്നർ, ലൈം സോഡ ട്രീറ്റ്മെൻറ്റ്, മേക്കപ്പ് വാട്ടർ ടു റിമൂവ് ദ സ്കെയിൽ ഫോമിങ് ഇമ്പ്യൂരിറ്റീസ്. അതായത് നമ്മുടെ കൂളിംഗ് വാട്ടറിനെ ലൈം സോഡ ഇട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽസ് ഉണ്ടാകുന്നതിന് ഒഴിവാക്കുന്ന ഇതാണെന്ത് കോമ്പണൻ്റ് ആണ് സിയോലൈറ്റ് സോഫ്റ്റ്നർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ 2 സ്ട്രോക്കിൽ എന്ത് ചെയ്യും? ഒരു റെവല്യൂഷൻ പാസ് ചെയ്യും. ദറ്റ് ഈസ് 1 പവർ സ്ട്രോക്ക് പെർ 360 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ് 360 ഡിഗ്രി കറങ്ങുമ്പോഴാണ് എന്താവുന്നത്? ഒരു പവർ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന. ആബ്സെൻസ് ഓഫ് വാൾവ് ഉണ്ടാവില്ല. 4 സ്ട്രോക്ക് ആണെങ്കിലോ? 4 സ്ട്രോക്ക് ആണെങ്കിൽ 4 സ്ട്രോക്കിലാണ് 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. 1 പവർ സ്ട്രോക്ക് ഇൻ എവറി 720 ഡിഗ്രി റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് 720 ഡിഗ്രി കറങ്ങുമ്പോഴാണ് എന്ത് ഉണ്ടാവുന്നത്? ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബേസ് ലോഡ് സ്റ്റേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ബേസ് ലോഡ്, പീക്ക് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബേസ് ലോഡ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ലോ ക്യാപിറ്റൽ കോസ്റ്റ് ആയിരിക്കും. ലോഡ് നമ്മൾ എല്ലാ സമയത്തും ഒരു മിനിമം ലോഡ് ഉണ്ടാവുമല്ലോ, ആ ലോഡ് കണ്ടിന്യൂസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും, ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറവായിരിക്കും. പീക്ക് ലോഡ് ആണെങ്കിലോ പീക്ക് അവേഴ്സിൽ ലോഡ് കൂടുന്ന സമയത്താണ് എന്തുണ്ടാവേണ്ടത്? പീക്ക് ലോഡ് പ്ലാന്റ് വർക്ക് ചെയ്യേണ്ടത്. അത് കാരണം ദേ ഷുഡ് ബി സ്റ്റാർട്ടഡ് ക്വിക്ക്ലി, പെട്ടെന്ന് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ലോ ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ലോ മെയിൻ്റെനൻസ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ലാർജ് ടർബൈൻ ജനറേറ്റർ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട കൂളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞതാണ് ഹൈഡ്രോജൻ കൂളിംഗ് മെത്തേഡാണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? ലാർജ് ടർബൈൻ ജനറേറ്റേഴ്സിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് 4 പവർ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 4 പവർ പ്ലാന്റിൻ്റെ കുറച്ചും കൂടി ആയിട്ടുള്ള പോയിന്റ്സും കൂടി നോക്കാൻ വേണ്ടി പോവാണ്. സ്റ്റീം പവർ പ്ലാന്റ് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ജസ്റ്റ് റീകോളിങ്ങിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. സ്റ്റീം പവർ പ്ലാന്റ് ആണ്. തെർമൽ എഫിഷ്യൻസി വളരെ ലോ ആണ്, ഏകദേശം 29% ഒക്കെ ഉണ്ടാവുള്ളൂ. നോർമലി ഓപ്പറേറ്റ് അറ്റ് ഹൈ സ്പീഡ്സ്. ഒക്കെ ടർബോ ആൾട്ടർനേറ്റർ ആണ് സ്റ്റീം പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ സിലിണ്ടറിക്കൽ റോട്ടർ ടൈപ്പ് ആൾട്ടർനേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് മേജർ പ്രോബ്ലം. ഓക്കെ, മേജർ ഷെയർ ഓഫ് ദ പവർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റീം പവർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിലും ഓപ്പറേഷനും മെയിൻ്റെനൻസും നോക്കുമ്പോൾ ചീപ്പസ്റ്റ് ആണ് എന്ത്? ഹൈഡ്രോ ഇലക്ട്രിക്. ഇനി ലോങ് പീരീഡ് ഇൻ ഇറക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ചെയ്യാനും ഇറക്ട് ചെയ്യാനും കൂടുതൽ സമയം എടുക്കും. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ പവർ എന്ന് പറയുന്നതാണ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇരിക്കുള്ളൂ. ലീസ്റ്റ് ടൈമിന് സ്റ്റാർട്ടിങ് ഫ്രം കോൾഡ് കണ്ടീഷൻ ടു ഫുൾ ലോഡ് ഓപ്പറേഷൻ. അത് 0 ജസ്റ്റ് ഓൺ ആക്കിയെടുത്ത് ഫുൾ ലോഡ് ഓപ്പറേഷൻ എത്താൻ വേണ്ടി കുറച്ച് സമയം മതിയാവും. നെക്സ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ്സ്, മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്, നല്ല ക്യാപിറ്റൽ കോസ്റ്റിനകത്ത് വരും. അതുമാത്രമല്ല സ്കിൽഡ് ഓർ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഡീസൽ എഞ്ചിൻ പവർ സപ്ലൈഡ് ഇൻ ഷിപ്സ്. കാരണം വേറൊരു പവർ പ്ലാന്റ് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷിപ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് പവർ സപ്ലൈ ചെയ്യുന്നത്. ഇത് പീക്ക് ലോഡ് പ്ലാന്റ് ആയിട്ട്, എമർജൻസി പ്ലാന്റ്, സ്റ്റാൻഡ് ബൈ പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡീസൽ എഞ്ചിന് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല മാക്സിമം കപ്പാസിറ്റി എത്രയേ ഉണ്ടാവുള്ളൂ? 100 മെഗാവാട്ട്സ്. അതിൻ്റെ താഴെയുള്ള റേഞ്ചിലാണ് എന്തുണ്ടാവുക? ഡീസൽ എഞ്ചിൻ്റെ പവർ റേറ്റിംഗ് വരിക.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ 4 പവർ പ്ലാന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതാ വേരിയബിൾ ലോഡ് ഓൺ പവർ പ്ലാന്റ്. പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യും, ലോഡ് മാറി മാറി വരും ഓരോ പവർ പ്ലാന്റ്സിലും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിൽ ചോദിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ്, പിന്നെ താരിഫ്, ഏതൊക്കെ ടൈപ്പ് താരിഫ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഹെഡിങ് വേരിയബിൾ ലോസ് ഓൺ പവർ പ്ലാന്റ്സ്. Okay, the variation in load from time to time due to uncertain demands of the consumers. കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്തല്ല, certain ഫിക്സ്ഡ് ആയിരിക്കില്ല, ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോഡിൽ എന്തുണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലോഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത് എന്തൊക്കെ സംഭവിക്കും, ദ എഫക്ട്സ് ഓഫ് വേരിയബിൾ ലോഡ്, എന്തൊക്കെ ചേഞ്ച് ആണ് സംഭവിക്കുക. ഒന്ന്, നീഡ് അഡീഷണൽ എക്വിപ്മെന്റ്സ്. ഓക്കെ, നമുക്ക് അഡീഷണൽ ആയിട്ട് എന്താണ്, ലോഡിനനുസരിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ എക്വിപ്മെന്റ്സ് വേണ്ടി വരും. ടു വേരി ദ ഇൻപുട്ട് ഫ്യൂവൽ സപ്ലൈ ആസ് പെർ ഡിമാൻഡ്. കാരണം നമുക്ക് പവർ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്, ലോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പവർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ ലോഡ് കൂടുന്ന സമയത്ത് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഫ്യൂവൽ കൂടുതൽ വേണ്ടി വരും. അതിനൊക്കെ ഇപ്പോൾ ഇൻപുട്ട് ഫ്യൂവലിന് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ലോഡിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അഡീഷണൽ എക്വിപ്മെന്റ്സ് വേണ്ടി വരും. നെക്സ്റ്റ്, നീഡ് ആൾട്ടർനേറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കപ്പാസിറ്റി. ഓക്കെ, കാരണം ഓരോ സമയത്ത് എന്തായിരിക്കില്ല, ഒരേ റേറ്റിംഗ് ആയിരിക്കില്ല, ലോഡ് ആയിരിക്കില്ല. അത് കാരണം പല കപ്പാസിറ്റിയിലുള്ള ആൾട്ടർനേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റർ എപ്പോഴും മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്, അതിൻ്റെ റേറ്റഡ് കപ്പാസിറ്റിയിൽ, മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റേറ്റഡ് കപ്പാസിറ്റിയിലാണ്. പക്ഷേ ഇത് എല്ലാ സമയത്തും റേറ്റഡ് കപ്പാസിറ്റി വേണമെന്നുണ്ടാവില്ല. കാരണം എന്താ, ലോഡ് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ലോഡിൽ നമുക്ക് റേറ്റഡ് കപ്പാസിറ്റിയിൽ ആൾട്ടർനേറ്ററിന് വർക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അത് കാരണം കുറഞ്ഞ ലോഡ് വരുമ്പോൾ വേറെ കുറഞ്ഞ കപ്പാസിറ്റിയുള്ള ആൾട്ടർനേറ്റർ ഓടിക്കേണ്ടി വരും. കൂടുതൽ ലോഡ് വരുന്ന സമയത്ത് ഹൈ റേറ്റഡ് ഉള്ള ആൾട്ടർനേറ്റർ ഓടിക്കേണ്ടി വരും. അങ്ങനെ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റേഴ്സ് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ കാരണം അഡീഷണൽ എക്വിപ്മെൻറ്റ്സ് വേണം, ഡിഫറെൻറ്റ് കപ്പാസിറ്റിയുള്ള ആൾട്ടർനേറ്റേഴ്സ് ഒക്കെ വേണമുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ലോഡിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് മെയിനായിട്ട് ബാധിക്കുന്നത് എവിടെയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റിനെ എന്ത് ചെയ്യും, ബാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോഡ് കർവ്. ലോഡ് കർവ് എന്ന് വെച്ചാൽ എന്താ, ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ പവർ സ്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ചിട്ട് നമ്മുടെ പവർ സ്റ്റേഷനിൽ വരുന്ന ലോഡിലുള്ള വേരിയേഷൻ വരക്കുന്ന കർവാണ് എന്ത്, ലോഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെയിലി ലോഡ് കർവ് ഉണ്ട്, മന്ത്ലി ലോഡ് കർവ് ഉണ്ട്, ഇയർലി ലോഡ് കർവ് ഉണ്ട്. ഡെയിലി ലോഡ് കർവ് എന്ന് വെച്ചാൽ 24 hours. ഓക്കെ, ദ ലോഡ് വേരിയേഷൻ ഡ്യൂറിങ് ദ ഹോൾ ഡേ, 24 hours എന്ത് ചെയ്യുക, ലോഡ് വേരിയേഷൻ പ്ലോട്ട് ചെയ്യാം. ആർ റെക്കോർഡ് ഹാഫ് അവർലി ഓർ അവർലി ആൻഡ് പ്ലോട്ടഡ് അഗേൻസ്റ്റ് ടൈം. ഒന്നുകിൽ ഹാഫ് അവർലി ചെയ്യാം, അല്ലെങ്കിൽ അവർലി നമ്മൾ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ടൈമിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ലോഡ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടൈം നോക്കാം, മിഡ് നൈറ്റ് 12 to 5 എന്തായിരിക്കും, ഓഫ് പീക്ക് അവേഴ്സ് ആയിരിക്കും. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്, ലോഡ് അധികം ഉണ്ടാവില്ല. മോർണിംഗ് എന്ന് വെച്ചാൽ എന്താ, 8 to ഏകദേശം 5 to 7, 8 ഒക്കെ ആകുന്ന സമയത്ത് മോർണിംഗിൽ ഒരു പീക്കാണ്. കാരണം എല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ബാക്കി കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, എല്ലാ മെഷീൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഓൺ ആയിരിക്കും ഹൗസ് ഹോൾഡിലുള്ള. അപ്പോൾ എന്തായിരിക്കും, മോർണിംഗിൽ ഒരു പീക്ക് വരും. ഓക്കെ, പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, കുറഞ്ഞ് പിന്നെ ഈവനിങ്ങിലാണ് ഈവനിങ് 5-ന് ശേഷമാണ് പിന്നെ എന്ത് വരുന്നത്, പീക്കിലേക്ക് വരുന്നത്. പറഞ്ഞേ, ആ സമയത്ത് എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് വീണ്ടും ലോഡ് ഇങ്ങനെ കൂടും. ലോഡ് കൂടിയിട്ട് വീണ്ടും ഓഫ് പീക്ക് അവേഴ്സിൽ വീണ്ടും ലോഡ് എന്തെങ്കിലും കുറയും. അങ്ങനെ ഓരോ അവർലി ആയിട്ടും എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ കർവിനെ കാണിക്കുന്ന പേരാണെന്ത്, ലോഡ് കർവ് എന്ന് പറയും. ഓക്കെ, അതെ, അതാണ് ലോഡ് കർവ്. ടൈമും പവർ ഡിമാൻഡും അനുസരിച്ച് വരയ്ക്കുന്ന സാധനമാണെന്ത്, ലോഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ലോഡ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ബേസ് ലോഡ്. കാരണം ഏറ്റവും മിനിമം ലോഡാണ് എന്ത്, ബേസ് ലോഡ് എന്ന് പറയുന്നത്. ഏറ്റവും മാക്സിമം ലോഡിനാണ് എന്ത് വിളിക്കുക, പീക്ക് ലോഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഏറ്റവും മാക്സിമം ലോഡാണ് പീക്ക് ലോഡ്. അപ്പോൾ എല്ലാത്തിൻ്റെയും എടുത്തിട്ട് ആവറേജ് എടുക്കുന്നതാണ് എന്ത്, ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്പ് ലോഡാണല്ലോ, ബേസ് ലോഡ്, ആവറേജ് ലോഡ്, പീക്ക് ലോഡ്. അപ്പോൾ ബേസ് ലോഡിനെ സപ്ലൈ ചെയ്യണം, അതേപോലെ പീക്ക് ലോഡിനെ എന്ത് ചെയ്യേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടിയൊക്കെ നമ്മുടെ പവർ സ്റ്റേഷനിൽ വരും. ഓക്കെ, നെക്സ്റ്റ് ഡെയിലി ലോഡ് കർവ്. ഡെയിലി ലോഡ് കർവ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 24 hours നമ്മൾ ചെയ്യുന്ന ഇതാണ് ഡെയിലി ലോഡ് കർവ് എന്ന് പറയുന്നത്. ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ്. ഡെയിലി ലോഡ് കർവിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ എനർജി ഡേയിൽ ഉണ്ടാക്കിയ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എനർജി. ഓക്കെ, എത്ര യൂണിറ്റ് ഓഫ് എനർജിയാണ് ജനറേറ്റ് ചെയ്തത്, അത് നമുക്ക് ഇവിടുന്ന് കിട്ടും, ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് എന്നൊക്കെ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എനർജി ജനറേറ്റഡ് ഇൻ ദാറ്റ് ഡേ. ലൈക്ക് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഡെയിലി ലോഡ് കർവ് നോക്കിയാലോ, ഡെയിലി ലോഡ് കർവിൽ ഹയസ്റ്റ് പോയിന്റ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ ഇൻ ദാറ്റ് ഡേ. ആ ദിവസം നമ്മുടെ പവർ സ്റ്റേഷനിൽ വന്ന മാക്സിമം ഡിമാൻഡ് ഏതാണ്. അപ്പോൾ സപ്പോസ് ഇതാണ് എന്ത്, പീക്ക് ലോഡ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലോഡ് കർവിൽ.
അപ്പോൾ ഇതൊരു സപ്പോസ് ഇതൊരു 50 മെഗാവാട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ദിവസം നമ്മുടെ പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്ത മാക്സിമം ഡിമാൻഡ് എത്രയാണ്? ചെയ്യേണ്ടിയിരുന്ന മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 50 വാട്ട്സ് മെഗാവാട്ട് എനർജി വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി ജനറേറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു, ജനറേറ്റ് ചെയ്യേണ്ടി വരും. കാരണം മാക്സിമം 50 വാട്ട്സ് വരെ ലോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഈ ഏരിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലോഡിൻ്റെ ആവശ്യകതയുണ്ട്. ആ ലോഡാണ് എന്ത് നമ്മൾ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏരിയ നോക്കി കഴിഞ്ഞാൽ കിട്ടും ആ ദിവസം ജനറേറ്റ് ചെയ്ത എനർജിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ആവറേജ് ലോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ number of units of energy generated divided by 24 hours. That is area under the daily load curve divided by 24 hours. Okay. ഇനി ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള എന്താണ് ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ്, അതായത് നമ്മൾ എത്ര യൂണിറ്റ് എനർജി ജനറേറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇൻ വിച്ച് ദ ലോഡ് കർവ് ഈസ് കണ്ടക്ടർ. അപ്പോൾ ഇതാണ് ഇത് റെക്ടാങ്കിൾ നോക്കിയാൽ ഇത് ടോട്ടൽ ഏരിയ, ഇതിൻ്റെ ഏരിയ അതാണ് ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ഏരിയ ഉള്ള റെക്ടാങ്കിൾ നോക്കിയപ്പോൾ ഇത്രയാണ് ഈ റെക്ടാങ്കിൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ റെക്ടാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ ഇതാണ് ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്. ആ രണ്ട് അത് മാക്സിമം ഡിമാൻഡാണ് അത്. ഓക്കെ, അപ്പോൾ എത്ര ഏരിയ ആണ് ജനറേറ്റ് ചെയ്തത്, എത്ര ഏരിയ ആണ് ലോഡ് കർവിനകത്ത് വന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം എത്ര യൂണിറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, എത്ര വരെ വരായിരുന്നു, ഇത്രയാണ് വരേണ്ടിയിരുന്ന വാല്യൂ എന്ന് പറയുന്നത്. റെക്ടാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വരെ വരായിരുന്നു, അപ്പോൾ എത്രയാണ് വന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോഡ് ഫാക്ടർ. ദാറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇൻ വിച്ച് ദ ലോഡ് കർവ് ഈസ് കണ്ടെയ്ൻഡ്. ലോഡ് കർവ് പ്രസന്റ് ആയിട്ടുള്ള ആ റെക്ടാങ്കിളിന്റെ ഏരിയ, അതാണ് ദ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ലോഡ് കർവ്. ലോഡ് കർവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ലോഡ് കർവ് ഒക്കെ വരയ്ക്കുന്നത്? ഓക്കെ, ലോഡ് കർവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് സൈസിലുള്ള ഓൾട്ടർനേറ്റർ വേണം, അല്ലെങ്കിൽ ജനറേറ്റർ യൂണിറ്റ് വേണം, എത്ര ജനറേറ്റർ യൂണിറ്റ് വേണം എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സെലക്ടിങ് ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്. ദാറ്റ് ഈസ് സൈസ് സെലക്ടഡ് ടു ഫിറ്റ് ദ ലോഡ് കർവ്. ലോഡ് കർവിനനുസരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസും നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, because at a rated capacity of a unit we get operation at or near maximum frequency efficiency. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഷീൻ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? അതിൻ്റെ റേറ്റഡ് കപ്പാസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് അതിൻ്റെ ഇത് വരെ, എത്ര ലോഡാണ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്നത്, അപ്പോൾ റേറ്റഡ് കപ്പാസിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഏത് ജനറേറ്ററിങ് യൂണിറ്റ് ആണ് വേണ്ടത്, എത്ര എണ്ണം വേണം, എത്ര സൈസ് വേണം എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ദ ഓപ്പറേഷൻ ഷെഡ്യൂൾ ഓഫ് ദ സ്റ്റേഷൻ. അതായത് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ ഷെഡ്യൂൾ എന്ത് ചെയ്യാം ഇതിനകത്ത് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ഏത് ജനറേറ്റർ ഏത് സമയത്ത് ഓൺ ആയിരിക്കണം, എത്ര ജനറേറ്റേഴ്സ് ഇന്ന സമയത്ത് ഓൺ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സീക്വൻസ് ഒക്കെ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ലോഡ് കർവ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു 30 മെഗാവാട്ട് ലോഡ് ഉണ്ട്. 30 മെഗാവാട്ട് ലോഡ് എത്ര മണിക്കൂർ നേരത്തേക്കാണ് പോകുന്നത്? ഓക്കെ, അതേപോലെ 5 മെഗാവാട്ട് ലോഡുണ്ട്, അത് എത്ര മണിക്കൂറിലേക്ക് പോകുന്നു, എത്ര ഡ്യൂറേഷനിലേക്ക് ആ ലോഡ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നതാണിത് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഓക്കെ, അത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഏറ്റവും മാക്സിമം ലോഡ് ആദ്യം, പിന്നെ കുറഞ്ഞ ലോഡായിട്ട് പിന്നെ വരാം. താഴത്തെ ഫിഗർ ഒക്കെ കുറച്ചും കൂടി മനസ്സിലാവും. ലോഡ് എലമെന്റ്സ് ഓഫ് എ ലോഡ് കർവ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് എ ഡിസെൻഡിങ് മാഗ്നിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ മാക്സിമം ലോഡ് ഈസ് റെപ്രസെന്റ് ഓൺ ദ ലെഫ്റ്റ്. ഇപ്പോൾ 30 മെഗാവാട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ വരുന്ന മാക്സിമം ലോഡ്. അത് എത്ര മണിക്കൂർ പോകുന്നുണ്ട്? 4 hours പോകുന്നുണ്ട്. ഇതാണ് ആദ്യം വരിക. ഓക്കെ, അടുത്ത 20 മെഗാവാട്ട് 5 മണിക്കൂർ പോകുന്നുണ്ട്. ബാക്കി 8 മെഗാവാട്ടാണ് 14 മണിക്കൂർ പോകുന്നത്. 5 മെഗാവാട്ട് 1 മണിക്കൂർ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോഡിൻ്റെ ഓർഡർ അനുസരിച്ച് ഡിസെൻഡിങ് ഓർഡറിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ലോഡ് ഏറ്റവും ലെഫ്റ്റിലും ഏറ്റവും കുറവ് ലോഡ് ഏറ്റവും റൈറ്റിലും ആയിരിക്കും. ഓക്കെ, ഇനി ഇറ്റ് ഗീവ്സ് ദ മിനിമം ലോഡ് പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ സ്പെസിഫൈഡ് പീരിയഡ്. നമ്മൾ ടോട്ടൽ 24 hours ഏറ്റവും മിനിമം ലോഡ് വരുന്ന ഏതാണെന്നൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും മിനിമം ലോഡിന് സപ്ലൈ ചെയ്താൽ ബേസ് ലോഡാണ് അല്ലേ. ഏറ്റവും മാക്സിമം ലോഡ് സപ്ലൈ ചെയ്യുന്ന പീക്ക് ലോഡ്. അപ്പോൾ ലോഡ് ഡ്യൂറേഷൻ കർവ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റ്, പീക്ക് ലോഡ് പവർ പ്ലാന്റ് ഒക്കെ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഓതറൈസസ് ദ സെലക്ഷൻ ഓഫ് ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ്. അപ്പോൾ ഏറ്റവും ലോഡ് എത്ര സമയത്തേക്ക് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ലോഡ് വൈ ആക്സിസിലും ടൈം എന്തായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും. മാക്സിമം ലോഡ് വരുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ, ഏറ്റവും കുറവ് ലോഡ് വരുന്നത് എന്തായിരിക്കും ഏറ്റവും അവസാനമായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ എല്ലാത്തിൻ്റെ എന്തായിരിക്കും സം ആയിരിക്കും.
ഓക്കെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഫോർ ദ ഗിവൺ ഡിമാൻഡ്. നമുക്ക് ഉള്ള ഡിമാൻഡ്, ലോഡിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര ജനറേറ്റിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, എത്ര എണ്ണം ജനറേറ്റ് ചെയ്തു, അതാണ് എന്ത് കിട്ടുക, ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് വരിക. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ദ യൂണിറ്റ്സ് ജനറേറ്റഡ് ഫോർ ദ ഗിവൺ ഡിമാൻഡ്. ഓക്കെ, അതിൽ എക്സ് ആക്സിസ് വൈ ആക്സിസിൻ്റെ എക്സ് ആക്സിസിൽ എന്ത് എടുക്കാം, എക്സ് ആക്സിസിൽ യൂണിറ്റ്സ് ജനറേറ്റഡ്, എക്സ് ആക്സിസിൽ യൂണിറ്റ് ജനറേറ്റഡ്, ആബ്സിസിൽ എന്ത് വെക്കുക, യൂണിറ്റ് ജനറേറ്റഡ് വെക്കുക. ഓക്കെ, എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്തു. വൈ ആക്സിസിൽ എന്ത് വെക്കുക, ഡിമാൻഡ് ഇൻ കെ ഡബ്ല്യു. അപ്പോൾ ഡിമാൻഡിനനുസരിച്ചിട്ട് എത്ര യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്തു എന്നുള്ള കർവാണ് എന്തെന്ന് കിട്ടുക, ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് കിട്ടുക. ദാറ്റ് ഈസ് ദ ഓർഡിനേറ്റ്, ഓർഡിനേറ്റ് വൈ ആക്സിസ് ആണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിമാൻഡ് ഇൻ കെ ഡബ്ല്യു ഓർ മെഗാവാട്ട്, എത്ര ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ആബ്സിസ റെപ്രസെൻറ്റ്സ്, ആബ്സിസ് എക്സ് ആക്സിസിലാണ് എത്ര യൂണിറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുക, ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. നെക്സ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ മാസ് കർവാണ്. മാസ് കർവ് എന്ന് വെച്ചാൽ യൂണിറ്റ്സ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും. ഓക്കെ, ദ കർവ് ഈസ് പ്ലോട്ടഡ് വിത്ത് യൂണിറ്റ്സ് കെ ഡബ്ല്യു എച്ച്, കിലോ വാട്ട് അവറിലാണ് നമ്മൾ യൂണിറ്റ് പറയുന്ന എനർജിയുടെ, ആസ് ഓർഡിനേറ്റ് ആൻഡ് ടൈം ആസ് ആബ്സിസ. ഓക്കെ, അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് അപ് ടു എ പെർട്ടിക്കുലർ ടൈം ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ലോഡാണ് നമ്മുടെ, എത്ര എനർജിയാണ് നമ്മൾ ലോഡ് കൺസ്യൂം ചെയ്തത്, അതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, മാസ് കർവ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം എക്സ് ആക്സിസിൽ ടൈം ഉണ്ട്, വൈ ആക്സിസിൽ എന്തുണ്ട്, എത്ര യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്തത്. അപ്പോൾ 5th അവറിൽ 5 മണിക്ക് എത്ര കംപ്ലീറ്റ് ചെയ്തെന്നുള്ള നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ മാസ് കർവ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് ദിസ് കർവ് ഗീവ്സ് ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് അപ് ടു എ പെർട്ടിക്കുലർ ടൈം ഇൻ എ ഡേ. ഓക്കെ, ഒരു പർട്ടിക്കുലർ സമയം വരെ എത്ര എനർജിയാണ് കൺസ്യൂം ചെയ്തത്. ഇനി ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ്. എന്താണ് ബേസ് ലോഡ്, എന്താണ് പീക്ക് ലോഡ് എന്നുള്ളത്. ഓക്കെ, ലോഡ് കർവിന് 2 കോമ്പോണൻറ്റ് പാർട്സ് ഉണ്ട്. ഒന്ന് ബേസ് ലോഡ് ഉണ്ട്, ഒരെണ്ണം പീക്ക് ലോഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് ദ കോൺസ്റ്റന്റ് ലോഡ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഡേ. ഒരു പവർ കൺസ്യൂമേഴ്സിൽ ഇത്ര ലോഡ് തന്നെയാണ് എല്ലാ സമയത്തും തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സപ്പോസ് ഈ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ലോഡ് കർവ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു ഷേപ്പിലുണ്ട്. അതിന് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു, അതാണ് ബേസ് ലോഡ്. ഓക്കെ, അപ്പോൾ അത്രയത്തെ മിനിമം എന്ത് ചെയ്യണം, നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം, അതിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി, ആ ഡിമാൻഡിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറേറ്റീവ് സ്റ്റേഷൻ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യണം. അതാണ് ബേസ് ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പീക്ക് ലോഡ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ മോർണിംഗ് സമയത്ത് എന്തുണ്ട്, ഒരു പീക്ക് വരുന്നുണ്ട്, അതുപോലെ ഈവനിങ് സമയത്ത് എന്തുണ്ട്, പീക്ക് വരുന്നുണ്ട്. അത് ബേസ് ലോഡിൻ്റെ മുകളിൽ വരുന്ന പീക്ക് ഡിമാൻഡ്സിനെയാണ് എന്തെന്ന് വിളിക്കുക, പീക്ക് ലോഡ്. ദാറ്റ് ഈസ് ദ വേരിയസ് പീക്ക് ഡിമാൻഡ്സ് എബവ് ദ പീക്ക് ബേസ് ലോഡ്. ബേസ് ലോഡിന് മുകളിൽ വരുന്ന പല പീക്ക് ഡിമാൻഡ്സ്. മോർണിംഗ് ഒരു പീക്ക് ഡിമാൻഡ് ഉണ്ട്, അതേപോലെ ഈവനിങ്ങിൽ എന്തുണ്ട്, ഒരു പീക്ക് ഡിമാൻഡ് ഉണ്ട്. അങ്ങനെ ആ ലോഡിനെ വിളിക്കുന്ന പേരാണ് ഇത് പീക്ക് ലോഡ്. ഓക്കെ, അപ്പോൾ ബേസ് ലോഡിന് മാത്രം സപ്ലൈ ചെയ്യുന്നതാണ് എന്ത്, ബേസ് ലോഡ് പവർ പ്ലാന്റ്സ്. അതേപോലെ പീക്ക് ലോഡിന് സപ്ലൈ ചെയ്യുന്നതാണ് പീക്ക് ലോഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ എന്താണ് ബേസ് ലോഡ് പ്ലാന്റ്സും പീക്ക് ലോഡ് പ്ലാന്റ്സും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോൾ ബേസ് ലോഡ് പ്ലാന്റ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഫോർ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് പവർ. കാരണം ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് ലോഡാണ്. അത് ലോഡ് എല്ലാ ദിവസം എല്ലാ സമയത്തും എന്തുണ്ടാവും, ആ ഒരു കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് പവറിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബേസ് ലോഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് പീക്ക് ലോഡ് ആണെങ്കിലോ, നമുക്ക് പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് ലോഡിന്റെ മുകളിൽ വരുന്ന ലോഡാണ് എന്ത്, പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ആണ്. അപ്പോൾ ഫോർ പ്രൊവൈഡിങ് എക്സസ് എമൗണ്ട് ഓഫ് എനർജിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പീക്ക് ലോഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസ് ലോഡ് പ്ലാന്റ്സിൻ്റെ അടുത്ത കമ്പാരിസൺ എന്ത്, മോർ എഫിഷ്യൻറ്റ് പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ഹിയർ. ഇപ്പോൾ ഏത് പ്ലാന്റ് ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ആ പ്ലാന്റ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പീക്ക് ലോഡ് പ്ലാന്റ്സ് ലെസ് എഫിഷ്യൻറ്റ് പ്ലാന്റ്സ് ക്യാൻ ബി യൂസ്ഡ്. കാരണം കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അഡീഷണൽ ആയിട്ടുള്ള ഇതിന് മാത്രം എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, സപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതും അധികം ഡ്യൂറേഷൻ ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ബേസ് ലോഡ് പ്ലാന്റ്സിൻ്റെ അടുത്ത കമ്പാരിസൺ, ഇൻപുട്ട് സോഴ്സ് ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി. ഓക്കെ, അത് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഇൻപുട്ട് സോഴ്സ് ഹൈ എമൗണ്ടിൽ അവിടെ ഉണ്ടാവും. പീക്ക് ലോഡ് ആണെങ്കിൽ ഇൻപുട്ട് സോഴ്സ് അവൈലബിലിറ്റി ഈസ് ലെസ്. ഇൻപുട്ട് സോഴ്സിൻ്റെ അവൈലബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ബേസ് ലോഡ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ, തെർമൽ, ഹൈഡൽ, റൺ ഓഫ് റിവർ വിത്തൗട്ട് പോണ്ടേജ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ, തെർമൽ, ഹൈഡലൊക്കെ റൺ ഓഫ് റിവർ വിത്തൗട്ട് പോണ്ടേജ് ഒക്കെ എന്താണ് ബേസ് ലോഡ് പ്ലാൻ. പീക്ക് ലോഡ് എന്ന് വെച്ചാൽ എന്താ, പമ്പഡ് സ്റ്റോറേജ്. നമ്മൾ പമ്പഡ് സ്റ്റോറേജ് പറയുമ്പോൾ പറഞ്ഞിരുന്നത് പമ്പഡ് സ്റ്റോറേജ്. പമ്പഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് പോകുന്ന വെള്ളം എന്ത് ചെയ്യും,
റിവറിൽ ഒഴുകുന്ന വെള്ളത്തിന്, അതായത് ടൈൽ റേസിന് വരുന്ന വെള്ളത്തിന് വീണ്ടും റിസർവയറിലേക്ക് അടിച്ച് കയറ്റി ചെയ്യുന്ന പീക്ക് ലോഡിനും കൂടി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പമ്പ്ഡ് സ്റ്റോറേജ്. റൺ ഓഫ് റിവർ വിത്ത് പോണ്ടേജ്, ഒഴുകുന്ന വെള്ളത്തിൽ ഒരു പോണ്ട് ഉണ്ടായിട്ട് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് പീക്ക് ലോഡ്. പീക്ക് ലോഡിലേക്കും പിന്നെ വേണം. പിന്നെ വിൻഡ് എനർജി, വിൻഡ് എന്ന് പറയുന്നത് പീക്ക് ലോഡ് പ്ലാന്റ്സിന് ഇതെയും. ഹൈഡൽ ബേസ് ലോഡിനെയും ചെയ്യും, അതുപോലെ പീക്ക് ലോഡിനെയും ചെയ്യും, അതുപോലെ തെർമലും. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ബേസ് ലോഡ് പ്ലാന്റ്സും പീക്ക് ലോഡ് പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ലോഡ് കർവ് ഓഫ് ദ പവർ സ്റ്റേഷൻ ഹാസ് ഓൾവേസ്, ഒരു പവർ സ്റ്റേഷൻ ലോഡ് കർവ് എന്താവും? സീറോ സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്, ഓൾ ഓഫ് ദ എബോവ്. നമുക്ക് ആ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നോക്കിയേ, ചിലപ്പോൾ എന്തായിരിക്കും സീറോ സ്ലോപ്പ് വരും, കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ നേരം പവർ പോകും, പിന്നെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും, പോസിറ്റീവ് സ്ലോപ്പ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഡിക്രീസ് ചെയ്യും, നെഗറ്റീവ് സ്ലോപ്പ് വരും, ഇൻക്രീസ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം, ഒന്നുകിൽ സീറോ സ്ലോപ്പ് ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആവാം, അല്ലെങ്കിൽ എന്ത് വരാം, നെഗറ്റീവ് സ്ലോപ്പ് വരാം. അപ്പോൾ ലോഡ് കർവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബോവ്. ലോഡ് കർവിന് സീറോ സ്ലോപ്പ് വരാം, പോസിറ്റീവ് സ്ലോപ്പും വരാം, അതേപോലെ നെഗറ്റീവ് സ്ലോപ്പും വരാം. ഡിപ്പെൻഡ്സ് ഓൺ ദ ലോഡ്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ ഡെയിലി ലോഡ് കർവ് ഈസ് ഡിവൈഡഡ് ബൈ 24, വാട്ട് ഡസ് ദിസ് കർവ് റെപ്രസെൻറ്റ്? അതായത് നമ്മൾ ലോഡ് കർവ് വരച്ചു, അതിന് ഡിവൈഡഡ് ബൈ 24 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കർവ് എന്ന് കിട്ടുക? ഓപ്ഷൻസ്: ആവറേജ് ലോഡ് ഫോർ ദ ഡേ, കണക്റ്റഡ് ലോഡ്, മാക്സിമം ഡിമാൻഡ്, ഡിമാൻഡ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ ഒരു ദിവസത്തെ ഇതാണ് 24 hours കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി ലോഡ് കർവ് ഡിവൈഡ് ബൈ 24 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? ആ ദിവസത്തെ ആവറേജ് ലോഡാണ് എന്ത് കിട്ടുക നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുക. ഓക്കെ, കണക്റ്റഡ് ലോഡല്ല, മാക്സിമം ഡിമാൻഡ് അല്ല, ഡിമാൻഡ് ഫാക്ടറും അല്ല, ആൻസർ എന്തായിരിക്കും? ആവറേജ് ലോഡ് ഫോർ ദ ഡേ. ഓക്കെ, നെക്സ്റ്റ്, ഇനിയുള്ള പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് കുറേ ടോപ്പിക്സ് ആദ്യം കണക്റ്റഡ് ലോഡ്. എന്താണ് കണക്റ്റഡ് ലോഡ്? പേര് എന്താ? കണക്റ്റഡ് ലോഡ്. അതായത് നമ്മുടെ ഒരു കൺസ്യൂമറാണ്. ഓക്കെ, ആ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ അയാളുടെ വീട്ടിൽ എന്തോ കുറേ സാധനങ്ങൾ ലോഡ്സ് ഉണ്ട്. ലൈറ്റ് ലോഡ് ഉണ്ടാവും, ഫാൻ ലോഡ് ഉണ്ടാവും, അതുപോലെ പവർ പ്ലഗ്സ് ഉണ്ടാവാം. അതൊക്കെ എന്താണ്? കണക്റ്റഡ് ലോഡ്സ് ആണ്. അതായത് ഒരു കൺസ്യൂമറിൻ്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ലോഡ്സിൻ്റെ സമ്മിനാണ് എന്തെന്ന് വിളിക്കുക? കണക്റ്റഡ് ലോഡ്. ദാറ്റ് ഈസ് ദ സം ഓഫ് ദ കണ്ടിന്യൂസ് റേറ്റിംഗ്സ് ഓഫ് ഓൾ ദ എക്വിപ്മെൻറ്റ്സ് കണക്റ്റഡ് ടു ദ സപ്ലൈ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ സപ്ലൈ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് 3 phase ആണ്, 3 phase അല്ലെങ്കിൽ സിംഗിൾ ഫേസ്, ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും എന്താണ് അവിടെയുള്ള എക്യുപ്മെൻസിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് ലോഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഒരു കൺസ്യൂമറിൻ്റെ വീട്ടിൽ 50 വാട്ട്സിൻ്റെ 4 ബൾബുണ്ട്, 50 വാട്ട്സിൻ്റെ 4 ബൾബുണ്ട്, 100 വാട്ട്സിൻ്റെ ഒരു ഫാൻ ഉണ്ട്. അപ്പോൾ അയാളെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എത്രയായിരിക്കും? 50 × 4, 50 വാട്ട്സിന് 4 ബൾബാണെന്നുള്ളത്, അപ്പോൾ 200 വാട്ട്സ് അവിടെ വന്നു. ഓക്കെ, 100 വാട്ടിൻ്റെ ഒരു ഫാൻ ഉണ്ട്, അപ്പോൾ 200 + 100 എത്രയാണ്? 300 വാട്ടാണ് അയാളുടെ കണക്റ്റഡ് ലോഡ്. അത് കണക്ട് ചെയ്യണോ ഇല്ലണമെന്നൊന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നല്ല നോക്കുന്നത്, എന്താണ് സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആണോ. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുക? കണക്റ്റഡ് ലോഡ്. ദ സം ഓഫ് കണക്റ്റഡ് ലോഡ്സ് ഓഫ് ഓൾ ദ കൺസ്യൂമേഴ്സ്, ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരു പവർ സ്റ്റേഷൻ്റെ അണ്ടറിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ എല്ലാവരുടെയും കണക്റ്റഡ് ലോഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കണക്റ്റഡ് ലോഡ് ഓഫ് ദ പവർ സ്റ്റേഷൻ കിട്ടും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ലോഡാണ് കണക്ട് ചെയ്തേക്കുന്ന ഒരു പവർ സ്റ്റേഷനിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം മാക്സിമം ഡിമാൻഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ, പേരിൽ തന്നെ ഉണ്ട്, എത്രത്തോളം പവറാണ് അല്ലെങ്കിൽ ലോഡാണ്, എത്രത്തോളം ലോഡിനനുസരിച്ച് നമുക്ക് പവർ സിസ്റ്റം ജനറേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡിമാൻഡ് ഓഫ് ലോഡ് ഓൺ ദ പവർ സിസ്റ്റം. സപ്പോസ് ഒരു 50 മെഗാവാട്ട് ലോഡ് വരുന്നു. ഓക്കെ, വൈകുന്നേരം 7 മണിക്ക് ഒരു 50 മെഗാവാട്ട് ലോഡ് വരെ പോകുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50 മെഗാവാട്ട്. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡിമാൻഡ്. The largest demand of the load on the power system for a given period is called maximum demand. ഓക്കെ, അപ്പോൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താവാം? എന്തെന്ന് പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണക്റ്റഡ് ലോഡിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം കണക്റ്റഡ് ലോഡ് എന്ന് വെച്ചാൽ എന്താ, എല്ലാ സമയത്തും ലോഡിലേക്ക് കണക്ട് ചെയ്ത് നിർബന്ധമൊന്നുമില്ല. ഓണായാൽ മാത്രം എന്ത് വരുള്ളൂ? നമുക്ക് മാക്സിമം ഡിമാൻഡിലേക്ക് അത് വരുള്ളൂ. വെറുതെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരില്ല? മാക്സിമം ഡിമാൻഡിലേക്ക് വരില്ല. അത് കാരണം മാക്സിമം ഡിമാൻഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ കണക്റ്റഡ് ലോഡ് ആയിരിക്കും. മാക്സിമം ഡിമാൻഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ കണക്റ്റഡ് ലോഡ് ബിക്കോസ് ഓൾ ദ കൺസ്യൂമേഴ്സ് മേ നോട്ട് സ്വിച്ച് ടു ദെയർ കണക്റ്റഡ് ലോഡ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അപ്പോൾ എല്ലാ കൺസ്യൂമേഴ്സും ഒരേ സമയത്ത് എന്ത് ചെയ്യില്ല, അത് കണക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? കണക്റ്റഡ് ലോഡിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, മാക്സിമം ഡിമാൻഡ് ഈസ് ലെസ് ദാൻ കണക്റ്റഡ് ലോഡ്. ഇനിയാണ് നമ്മുടെ പുതിയൊരു ഫാക്ടർ വരുന്നത്, ഡിമാൻഡ് ഫാക്ടർ.
അപ്പോൾ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്, ആ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് ഫാക്ടർ. ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ ടു ഇറ്റ്സ് കണക്റ്റഡ് ലോഡ്. ഇതൊക്കെ ഇനി പറയുന്ന കാര്യം ഫാക്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ ടു ഇറ്റ്സ് കണക്റ്റഡ് ലോഡ് ഈസ് കോൾഡ് ഡിമാൻഡ് ഫാക്ടർ. ദാറ്റ് ഈസ് ഡിമാൻഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഇപ്പം ഡിമാൻഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡിമാൻഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ എന്താണ്? കണക്റ്റഡ് ലോഡാണ്. അപ്പോൾ ന്യൂമറേറ്റർ ചെറുതാണ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഫാക്ടർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, നെക്സ്റ്റ് ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ്. അത് ഡെയിലി ആവറേജ് ലോഡ് ഉണ്ട്, മന്ത്ലി ആവറേജ് ലോഡ് ഉണ്ട്, ഇയർലി ആവറേജ് ലോഡ് ഉണ്ട്. എന്താണ് ആവറേജ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ദ ആവറേജ് ഓഫ് ദ ലോഡ്സ് ഒക്കറിങ് ഓൺ എ പവർ സ്റ്റേഷൻ ഇൻ ഗിവൺ പീരീഡ്. ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ആ പവർ സ്റ്റേഷനിൽ വരുന്ന ലോഡുകളുടെ ആവറേജ് ആണ് എന്ത്? ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ്. അപ്പോൾ ഡെയിലി ആവറേജ് ലോഡ് എന്തായിരിക്കും? എത്ര യൂണിറ്റ്സ് ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്തു ഡിവൈഡ് ബൈ 24 hours. ഓക്കെ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഡേ ഡിവൈഡഡ് ബൈ 24 hours ആണ് ഡെയിലി ആവറേജ് ലോഡ്. മന്ത്ലി ആണെങ്കിലോ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ മന്ത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 13 കൂടി വരും ഇവിടെ. ഓക്കെ, അതാണ് മന്ത്ലിലേക്ക് പോവുക. അടുത്തെന്താ? ഇയർലി ആണെങ്കിലോ ഒരു ഇയറിൽ ടോട്ടൽ എത്ര യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്തു ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഇയർ. ദാറ്റ് ഈസ് 24 ഇൻറ്റു 30 ഇൻറ്റു എന്തും കൂടി വരും? 365 കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ഡേയ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലാണ് എന്ത് കിട്ടുക? ഇയർലി ആവറേജ് ലോഡ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ആവറേജ് ഡിമാൻഡ് ഓർ ആവറേജ് ലോഡ്. നെക്സ്റ്റ് ലോഡ് ഫാക്ടർ. അപ്പോൾ എന്താണ് ലോഡ് ഫാക്ടർ? ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ. ഓക്കെ, ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ലോഡ് ഫാക്ടർ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എത്ര ലോഡാണ് ആവറേജ് ആയിട്ട് വരുന്നത് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്, അതിനാണ് ലോഡ് ഫാക്ടർ എന്ന് വിളിക്കുക. ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ദാറ്റ് ഈസ് ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മാക്സിമം ഡിമാൻഡിനേക്കാളും കുറവായിരിക്കും. അത് കാരണം ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ 1. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, ഇത് അവേഴ്സിലാണ് നമ്മൾ പറയുന്നത്. ആവറേജ് ലോഡ് ഇൻ ടു ടി hours divided by maximum demand into T hours. ഇപ്പോൾ ആവറേജ് ലോഡ് ഇൻറ്റു ടി എന്ന് വെച്ചാൽ അത്രയും ലോഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? അത്രയും ലോഡിന് സപ്ലൈ ചെയ്യാൻ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ ടി അവേഴ്സ്. ഓക്കെ, ടി അവേഴ്സിൽ എത്ര യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻ ടു ടി അവേഴ്സ്. ഓക്കെ, ഇതാണ് എന്ത് വിളിക്കുക? ലോഡ് ഫാക്ടർ എന്ന് വിളിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു സാധനം ഉണ്ട്. ലോഡ് ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ലോഡ് ഫാക്ടർ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? കൂട്ടുവാണ് വേണ്ടിയത്. ഓക്കെ, ആവറേജ് ലോഡ് കൂട്ടണം. ലോഡ് ഫാക്ടർ ഇൻക്രീസസ്, കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റഡ് വിൽ ഡിക്രീസ്. ലോഡ് ഫാക്ടർ കൂടിയാൽ കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റഡ് എന്ത് ചെയ്യും? കുറയും. നെക്സ്റ്റ് ഫാക്ടർ ഡൈവേഴ്സിറ്റി ഫാക്ടർ. എന്താണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് ആയിരിക്കില്ല അടുത്ത കൺസ്യൂമറിൻ്റെ എന്ത് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈവേഴ്സ് ആണ് സാധനം. വിത്ത് ദ റേഷ്യോ ഓഫ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. പല കൺസ്യൂമേഴ്സ് ഉണ്ട്, അതിന് ഓരോരുത്തർക്കും ഓരോ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും. അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് ന്യൂമറേറ്ററിൽ എടുക്കുക. അതായത് സം ഓഫ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ആ പവർ സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് സം ഓഫ് individual maximum demand of consumers to the maximum demand on the power station. That is diversity factor is equal to sum of individual maximum demand divided by maximum demand on power station. ശ്രദ്ധിക്കേണ്ട കാര്യം diversity factor is always greater than 1. ലോഡ് ഫാക്ടറും ഡിമാൻഡ് ഫാക്ടറും ഒക്കെ ലെസ് ദാൻ 1 ആണ്. പക്ഷേ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അതേപോലെ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ വേണ്ടി പറ്റും? കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. നെക്സ്റ്റ് ഫാക്ടർ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഓക്കെ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമുക്ക് ഒരു പവർ പ്ലാന്റിൽ ഇത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ അവിടെ എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു, മാക്സിമം ഇത്ര എനർജി വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു,
അതിൻ്റെ റേഷ്യോ ആണ് എന്തെന്ന് വിളിക്കുക, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഇപ്പോൾ ഒരു 50% കപ്പാസിറ്റി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ആ പ്ലാന്റിന് ഒരു 100 മെഗാവാട്ട് വരെ എന്ത് ചെയ്യായിരുന്നു, അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 മെഗാവാട്ടാണെന്ന് അസ്യൂം ചെയ്യാം, 100 മെഗാവാട്ട്. ഓക്കെ, അതിൽ എത്ര മെഗാവാട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, 50 മെഗാവാട്ടേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് എത്ര വരും, ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് 50 ഡിവൈഡഡ് ബൈ എന്ത് വരും, 100 മെഗാവാട്ട്. അതാണ് എന്ത്, പ്ലാന്റ് കപ്പാസിറ്റി, എത്രത്തോളം കപ്പാസിറ്റിയിലാണ് നമ്മളത് യൂസ് ചെയ്തത്, അതാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ടു ദ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. എത്ര പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു അതാണ് ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്, എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ഈസ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഡിമാൻഡിനനുസരിച്ചാണ് അല്ലേ. ദാറ്റ് ഈസ് ആവറേജ് ഡിമാൻഡ് ഇൻ ടു ടൈം ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻ ടു ടൈം. പ്ലാന്റിന് ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, അത് ഇൻ ടു ടൈമാണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് ഡിമാൻഡ് ഇൻ ടു ടൈമാണ്, അത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്തു, ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻ ടു ടൈം. ടൈം ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ കിട്ടും, ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഓക്കെ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. നെക്സ്റ്റ് റിസർവ് കപ്പാസിറ്റി. ഓക്കെ, റിസർവ് കപ്പാസിറ്റി നമ്മൾ റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചറിൽ ചിലപ്പോൾ ലോഡിൽ ഒരു ഇൻക്രീസ്, ഡിമാൻഡിൽ ഒരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ആ കപ്പാസിറ്റിയാണ് എന്ത് വിളിക്കുക, റിസർവ് കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ എല്ലാ പവർ സ്റ്റേഷനിലും ഒരു 25 മെഗാവാട്ടിൻ്റെ ഒരു റിസർവ് കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, അഡീഷണൽ ആയിട്ട് ഒരു 25 മെഗാവാട്ട്സ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റിസർവായി വെക്കുന്ന കപ്പാസിറ്റി അതിൻ്റെ ലോഡിനാണ് എന്ത് വിളിക്കുക, ഐ മീൻ എനർജീനാണ് എന്ത് വിളിക്കുക, റിസർവ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ പ്ലാന്റ് ടു മീറ്റ് സം ഇൻക്രീസ്ഡ് ലോഡ് ഡിമാൻഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ലോഡ് ഡിമാൻഡ് വരുവാണെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എന്തെന്ന് വിളിക്കുന്നത്, റിസർവ് കപ്പാസിറ്റി. ഇപ്പോൾ റിസർവ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു എന്ത് വരും, പ്ലാന്റ് കപ്പാസിറ്റി ആക്ച്വൽ ഉള്ള കപ്പാസിറ്റി മൈനസ് എത്രയാണ് അറ്റ് പ്രസൻറ്റ് വന്ന ഡിമാൻഡ്, അപ്പോൾ അതിൻ്റെ ബാക്കി എന്തായിരിക്കും, അതാണ് എന്ത്, റിസർവ് കപ്പാസിറ്റി. സപ്പോസ് പ്ലാന്റ് കപ്പാസിറ്റി 100 ആണ്, നമ്മളിപ്പോൾ 85 ലോഡിനെ സപ്ലൈ ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഡിമാൻഡ് 85 വന്നിട്ടുള്ളൂ, ബാക്കി 15 എന്തായിരിക്കും, നമുക്ക് ഫ്യൂച്ചറിൽ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് എന്ത്, റിസർവ് കപ്പാസിറ്റി. അപ്പോൾ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റ് യൂസ് ഫാക്ടർ. പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ്, അതായത് നമ്മൾ എത്ര യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിനോമിനേറ്റർ എന്ത് വരും, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ് ഇൻ ടു എത്ര മണിക്കൂർ നേരത്തേക്ക് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ. അതായത് പ്ലാന്റ് എത്ര സമയത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചു, ഇത്രയും യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കപ്പാസിറ്റിയിൽ എത്ര മണിക്കൂർ ഇത് വർക്ക് ചെയ്യിപ്പിച്ചു, ആ ഫാക്ടറിനെയാണ് എന്തെന്ന് വിളിക്കുക, പ്ലാന്റ് യൂസ് ഫാക്ടർ. ദാറ്റ്സ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ എന്ത് വരും, പ്രൊഡക്റ്റ് ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി ഇൻ ടു എന്തായിരിക്കും, ഓപ്പറേഷണൽ അവേഴ്സ്, എത്ര അവേഴ്സ് ആണ് അത് ഓപ്പറേറ്റ് ചെയ്തത്, അതാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ. സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ KWH ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻ ടു ഓപ്പറേഷണൽ അവേഴ്സ് ആണ് ഇത് പ്ലാന്റ് യൂസ് ഫാക്ടർ. നെക്സ്റ്റ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം, ഒരു വർഷത്തെ എത്ര യൂണിറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്തത്, എന്തുവരും, ആവറേജ് ലോഡ്, അത്രയും ലോഡാണ് ആവറേജ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്, ഇൻറ്റു ഒരു മണിക്കൂർ, ഒരു ഇയറിൽ എത്ര അവേഴ്സ് ഉണ്ടോ അത്. ഓക്കെ, ആവറേജ് ലോഡ് ഫാക്ടർ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആവറേജ് ലോഡ് കണ്ടുപിടിക്കാം. എന്താ ലോഡ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ, ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് അല്ലേ, മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ആവറേജ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ, അതാണ് ആവറേജ് ലോഡ്. ഇൻറ്റു എത്ര അവേഴ്സ് ഉണ്ട്, 365 ഇൻറ്റു 24. ഓക്കെ, 365 ഡേയ്സ് ആണുള്ളത്, ഇൻറ്റു എന്ത് വരും, 24 അവേഴ്സ് വരും, അതാണ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചേക്കുന്നതാണ്, കണക്റ്റഡ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്, വാട്ട് ഈസ് കണക്റ്റഡ് ലോഡ്. ഓപ്ഷൻസ്, ലോഡ് ഡ്രോൺ ബൈ ദ കൺസ്യൂമർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കൺസ്യൂമർ വലിച്ച അല്ലെങ്കിൽ ഡ്രോ ചെയ്ത ലോഡാണ് എന്ത്, കണക്റ്റഡ് ലോഡ്. രണ്ടാമത്തെ, മാക്സിമം ലോഡ് കൺസ്യൂമർ ഡ്രോസ്, ഒരു കൺസ്യൂമർ ഡ്രോ ചെയ്ത മാക്സിമം ലോഡാണ് കണക്റ്റഡ് ലോഡ്. ഡി നൺ ഓഫ് ദ അബവ്. ഓപ്ഷൻ ബി നോക്കിയേ, ഇൻസ്റ്റാൾഡ് ഇലക്ട്രിക്കൽ ലോഡ് ഇൻ ദ പ്രൈമൈസസ് ഓഫ് ദ കൺസ്യൂമർ, ഒരു കൺസ്യൂമർ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയിൽ എന്തൊക്കെ ലോഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് കണക്ട് ചെയ്യണമെന്നില്ല, കണക്ട് മീൻസ് വർക്ക് ചെയ്യണമെന്നില്ല, കണക്ട് ചെയ്തേക്കുന്ന
ലോഡിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് ലോഡ്. ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇലക്ട്രിക്കൽ ലോഡ് ഇൻ ദ പ്രിമൈസസ് ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന്റെ പ്രിമൈസസിൽ അയാൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എല്ലാ ഇലക്ട്രിക് ലോഡ്സിനാണ് എന്തെന്ന് വിളിക്കുക, കണക്റ്റഡ് ലോഡ്. ഓക്കെ. ലോഡ് ഫാക്ടർ എന്തിനെയാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ. ലോഡ് ഫാക്ടർ നേരത്തെ പറഞ്ഞു, എന്താ ലോഡ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിനായിട്ട് ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടേഴ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്, കോസ്റ്റിനെയാണ്. ഓക്കെ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ദ ലോഡ് ഫാക്ടർ പ്ലേസ് എ കീ റോൾ ഇൻ ഡിറ്റർമിനിങ് വിച്ച് ഓഫ് ദ ഫോളോവിങ്. പ്ലാന്റ് കപ്പാസിറ്റി അല്ല, ഓവറോൾ ഡിമാൻഡും അല്ല. എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്, ഓവറോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റ്. ഒരു യൂണിറ്റ് ഓഫ് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വേണം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആര്, ലോഡ്. അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ലോഡ് ഫാക്ടർ. നെക്സ്റ്റ്, ലാർജ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് ദ ലോഡ് ഇൻ എ പവർ സിസ്റ്റം. ഓക്കെ. ഒരു പവർ സിസ്റ്റം ലാർജ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡസ് നോട്ട് അഫക്ട് ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. ഓക്കെ. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ, ഓരോ ലോഡ് കൺസ്യൂമറിൻ്റെയും മാക്സിമം ഡിമാൻഡ് മാറുന്നതാണ് എന്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡസ് നോട്ട് അഫക്ട് ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആണോ, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് അനുസരിച്ചിട്ട് എന്ത് വരും, വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കാണണം, വേരിയേഷൻ ഓഫ് ദ ലോഡ് വരും. വേരിയേഷൻ ഓഫ് ലോഡ് വരുമ്പോൾ കോസ്റ്റ് മാറും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡസ് നോട്ട് അഫക്ട് ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്താണ്, തെറ്റാണ്. റെഡ്യൂസസ് ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിന് ഇൻക്രീസ് ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അതായത് നമ്മുടെ ഇതിൻ്റെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അല്ല, എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേഷൻ്റെ കോസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ആവുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നത്. അല്ലാതെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അല്ലാതെ പ്ലാന്റ് റണ്ണിങ് കോസ്റ്റും ബാക്കി കോസ്റ്റും ഒക്കെയാണ് എന്ത് ചെയ്യുക, കൂടുക. അപ്പോൾ അതും എന്തായിരിക്കും, റോങ് ആൻസർ ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നൺ ഓഫ് ദ എബോവ്. ഇപ്പോൾ ലാർജ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇതിനെന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. നെക്സ്റ്റ്, ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം. ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ല ഒരു ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്താണ്, പല ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ എന്തായിട്ടുണ്ടാവും, പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനത്തിനാണ് എന്തെന്ന് വിളിക്കുക, ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കാം. കാരണം ഡൈവേഴ്സിറ്റി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ലോഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ബേസ് ലോഡിനെ മാത്രം മീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടറൊക്കെ പല കൺസ്യൂമേഴ്സിനും പല ഡിമാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണക്ഷൻ ഓഫ് സെവറൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഇൻ പാരലൽ. പല ജനറേറ്റിംഗ് സ്റ്റേഷൻസും പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത് വിളിക്കുക, ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയാം. അഡ്വാൻറ്റേജസ് എന്താണ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു മീറ്റ് ദ ലോഡ് ഡിമാൻഡ്സ്. ഓക്കെ. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, അതേപോലെ പാരലായിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഡീസൽ എഞ്ചിനും കൊടുത്തിട്ടുണ്ട് വിചാരിക്കാം. ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ത് ചെയ്യും, ബേസ് ലോഡിനെ മീറ്റ് ചെയ്യും. ഓക്കെ. ഡീസൽ പവർ പ്ലാന്റ് എന്ത് ചെയ്യും, പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യും. കാരണം ഡീസൽ പവർ പ്ലാന്റ് എമർജൻസി അല്ലെങ്കിൽ പീക്ക് ലോഡിനൊക്കെ മീറ്റ് ചെയ്യാനുള്ള സാധനമാണ് എന്ത് ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പ് ലോഡ് ഡിമാൻഡേയും ആര് മീറ്റ് ചെയ്യും, നമ്മൾ ഇന്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു മീറ്റ് ദ ലോഡ് ഡിമാൻഡ്സ്. പീക്ക് ലോഡ് ആൾസോ ക്യാൻ ബി ഷെയർഡ്. ഓക്കെ. നെക്സ്റ്റ്, എൻഷുവേഴ്സ് ഇക്കണോമിക് ഓപ്പറേഷൻ ചെയ്യും. അതുമാത്രമല്ല, പീക്ക് ലോഡിന് വേണ്ടി നമുക്ക് എന്തിനു വേണ്ടി എന്താ ഉപയോഗിക്കേണ്ടത്, പഴയ പ്ലാന്റ്സ്, ഓൾഡർ പവർ പ്ലാന്റ്സ്, അതുപോലെ എഫിഷ്യൻസി കുറഞ്ഞ പവർ പ്ലാന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ എന്ത് പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഇസ് ബെസ്റ്റ് യൂസ് ഓഫ് ഓൾഡർ പ്ലാന്റ്സ് ഓർ ലെസ് എഫിഷ്യൻറ്റ് പ്ലാന്റ്സ് ഫോർ മീറ്റിംഗ് ദ പീക്ക് ലോഡ്സ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. ഓക്കെ. നെക്സ്റ്റ്, ഇൻക്രീസസ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഓക്കെ. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. റെഡ്യൂസസ് ദ പ്ലാന്റ് റിസർവ് കപ്പാസിറ്റി. കാരണം എന്താണ്, എല്ലാ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മറ്റത് എന്ത് ചെയ്യാം, നമുക്ക് ഇതാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ് റിസർവ് കപ്പാസിറ്റി എന്ത് ചെയ്യാം, ഒഴിവാക്കാം, കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് അതർവൈസ് എവറി പ്ലാൻ നീഡ് സ്റ്റാൻഡ് ബൈ യൂണിറ്റ് ഫോർ എമർജൻസി. ഓരോ പ്ലാനിന് അതിന് കറസ്പോണ്ടിങ് സ്റ്റാൻഡ് ബൈ വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് എല്ലാ ഇതും ജനറേറ്റിംഗ് സ്റ്റേഷൻസും പാരലായിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എന്ത് വെക്കേണ്ട കാര്യമില്ല, സ്റ്റാൻഡ് ബൈ ജനറേറ്റേഴ്സ് വെക്കേണ്ട കാര്യമില്ല. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്ന മാത്രമല്ല, എന്താണ്, റിലയബിലിറ്റി ഓഫ് ദ സപ്ലൈ. എല്ലാ സമയത്തും എന്ത് ചെയ്യാം, ഒരു ലോഡ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ അടുത്ത ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കിട്ടും, സപ്ലൈ കിട്ടും. ഇതാണ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, റിസർവ് കപ്പാസിറ്റി ഓഫ് ദ പവർ സ്റ്റേഷൻസ്.
പല ടൈപ്പ് റിസർവ് കപ്പാസിറ്റി ഉണ്ട്, സ്പിന്നിങ്, ഹോട്ട്, നോൺ സ്പിന്നിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ സമയത്തും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റേറ്റഡ് കപ്പാസിറ്റിയിൽ ഓടിക്കേണ്ട കാര്യമില്ല, ഡിമാൻഡിനനുസരിച്ച് ഓടിച്ചാൽ മതി. അപ്പോൾ ബാക്കി വരുന്ന സാധനമാണ് എന്ത്, റിസർവ് കപ്പാസിറ്റി. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരു ഡിമാൻഡ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജനറേറ്റിംഗ് കപ്പാസിറ്റി അവൈലബിൾ ടു സിസ്റ്റം വിത്തിൻ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം ടു മീറ്റ് എമർജൻസി ഡിമാൻഡ്സ്. അത് പെട്ടെന്നൊരു എമർജൻസി വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിൽ തന്നെ ഇത് എന്ത് ചെയ്യണം, നമുക്ക് ജനറേറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് റിസർവ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർവ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പിന്നിങ് റിസർവ്. എന്താണ് സ്പിന്നിങ് റിസർവ് നമുക്ക് നോക്കാനുണ്ട്. നോൺ സ്പിന്നിങ് റിസർവ്, ഹോട്ട് റിസർവ്, അതേപോലെ കോൾഡ് റിസർവ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റിസർവ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, സ്പിന്നിങ് റിസർവ്. സ്പിന്നിങ് റിസർവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്, ജനറേറ്റർ കണക്റ്റഡ് ആണ്, സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ സപ്പോസ് ലോഡ് കൂടിക്കഴിഞ്ഞാൽ, ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അതിലേക്ക് സബ് കപ്പാസിറ്റി കൊടുക്കണം. അപ്പോൾ ഓൾറെഡി ഇതെന്താണ്, ജനറേറ്റർ വർക്കിംഗ് ആണ്, സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ലോഡിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് പെട്ടെന്ന് തന്നെ ഓൺലൈനാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലോഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. That is the extra generating capacity that is available by increasing the power output of the generator that is already connected to the system. അപ്പോൾ സ്പിന്നിങ് റിസർവ് ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കണക്ട് ചെയ്തേക്കുന്ന ജനറേറ്റേഴ്സിൻ്റെ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തിട്ട് എക്സ്ട്രാ ജനറേറ്റിംഗ് കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യുക. ഇതാണ് എന്ത്, സ്പിന്നിങ് റിസർവ് ചെയ്യുന്നത്. അത് ഓൺലൈൻ റിസർവ് ആണ്. നെക്സ്റ്റ് നോൺ സ്പിന്നിങ് എന്ന് വെച്ചാൽ എന്താ, അത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷെ എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഓൺലൈനിലേക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നോൺ സ്പിന്നിങ് റിസർവ്. ദാറ്റ് ഈസ് ദ എക്സ്ട്രാ ജനറേറ്റിംഗ് കപ്പാസിറ്റി ദാറ്റ് ഈസ് നോട്ട് കറന്റ്ലി കണക്റ്റഡ് ടു സിസ്റ്റം. അറ്റ് പ്രസന്റ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അത് എന്ത് ചെയ്യാം, കണക്ഷനിലേക്ക് കൊണ്ടുവരാം ആഫ്റ്റർ എ ഷോർട്ട് ഡിലേ, ബട്ട് ക്യാൻ ബി ബ്രോട്ട് ഓൺലൈൻ ആഫ്റ്റർ എ ഷോർട്ട് ഡിലേ. ചെറിയൊരു ഡിലേ കഴിഞ്ഞതിന് ശേഷം എന്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഓഫ്ലൈൻ റിസർവ്. ഓക്കെ, അല്ലെങ്കിൽ നോൺ സ്പിന്നിങ് റിസർവ്. ഇനി ഹോട്ട് റിസർവ്. ഹോട്ട് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദ റിസർവ് കപ്പാസിറ്റി വിച്ച് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ക്വിക്ക്ലി. ഓക്കെ, അതാണ് ഹോട്ട് റിസർവ്. കോൾഡ് റിസർവ് എന്ന് വെച്ചാൽ എന്താ, ദ റിസർവ് വിച്ച് ഈസ് അവൈലബിൾ ഫോർ സർവീസ് ബട്ട് നോട്ട് നോർമൽ റെഡി ഫോർ ഇമ്മീഡിയറ്റ് ലോഡിങ്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനെന്താണ്, സ്മോൾ സ്റ്റാർട്ടപ്പ് ആൻഡ് സ്പിന്നപ്പ് ടൈമൊക്കെ വേണം കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കണക്ഷനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു എന്തുണ്ടാവും, ഡിലേ ഉണ്ടാവും. അതിനാണ് എന്ത് വിളിക്കുക, കോൾഡ് റിസർവ് എന്ന് വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഹോട്ട് റിസർവ്. അതേപോലെ സ്പിന്നിങ് റിസർവ് ചെറിയൊരു ഡിലേക്ക് ശേഷം ചെയ്യുന്നതാണ് എന്ത്, കോൾഡ് റിസർവ്, അല്ലെങ്കിൽ നോൺ സ്പിന്നിങ് റിസർവ്, അല്ലെങ്കിൽ ഓഫ്ലൈൻ റിസർവ് എന്നൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് ദ പവർ വിച്ച് മസ്റ്റ് ബി അവൈലബിൾ ഈവൺ അണ്ടർ എമർജൻസി കണ്ടീഷൻസ്. എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് പവർ അവൈലബിൾ ആയിരിക്കണം. ആ റിസർവിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഫേം റിസർവ് എന്ന് പറയും. ഓക്കെ, ഫേം റിസർവ്. ദ പവർ വിച്ച് മസ്റ്റ് ബി അവൈലബിൾ ഈവൻ അണ്ടർ എമർജൻസി കണ്ടീഷൻസ് ഈസ് നോൺ ആസ് ഫേം റിസർവ്. ആ ടേം ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ബാക്കി 3 ടേം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഫേം റിസർവ് എന്ന് പറഞ്ഞാൽ എമർജൻസി കണ്ടീഷൻസിലും നമുക്ക് പവർ അവൈലബിൾ ആയിരിക്കുന്ന റിസർവിന് വിളിക്കുന്ന പേരാണ് ദ ഫേം റിസർവ്. ഓക്കെ, ഇനി ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ലോഡ് കർവ് എന്താണ്, ലോഡ് വേഴ്സസ് ടൈം. ഓക്കെ, ആ ലോഡ് കർവിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും, എനർജി എത്ര എനർജി കൺസ്യൂം ചെയ്തെന്ന് നോക്കാം. ആ ലോഡ് കർവിൽ ഹയസ്റ്റ് പോയിന്റാണ് എന്തെന്ന് വിളിക്കുന്നത്, മാക്സിമം ഡിമാൻഡ്, MD. ഓക്കെ, നെക്സ്റ്റ് മാസ് കർവ്. മാസ് കർവ് ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് ടു എ പെർട്ടിക്കുലർ ടൈം ഇൻ എ ഡേ. ഒരു പെർട്ടിക്കുലർ സമയത്ത് എത്ര എനർജിയാണ് കൺസ്യൂം ചെയ്തത്, അതാണ് എന്ത് കിട്ടുക, മാസ് കർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്നാണ് എന്ത് കിട്ടുക, മാസ് കർവ് കിട്ടുക. ഇനി ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് വെച്ചാൽ എന്താ, വേരിയേഷൻ ഓഫ് ലോഡ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് അവേഴ്സ് ഓഫ് ദ ഡേ. ഓക്കെ, ഒരു ഡേയിലെ ഡിഫറെൻറ്റ് അവേഴ്സിൽ എങ്ങനെയാണ് ലോഡിലുള്ള വേരിയേഷൻ വരുന്നത്, ആ പ്ലോട്ടാണ് ഇത് ലോഡ് ഡ്യൂറേഷൻ കർവ്. അതെന്താണ്, ഒരു ഓർഡറിലാണ് ഉണ്ടാവുക, ഡിസെൻഡിങ് ഓർഡർ. മാക്സിമം ആദ്യം വരും, ഏറ്റവും കുറവ് അവസാനം വരും. ഷേപ്പ് എന്തായിരിക്കും, റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് മാക്സിമം ഡിമാൻഡ് ഇസ് ഓൾവേസ് ലെസ് ദാൻ കണക്റ്റഡ് ലോഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡാണ് എന്ത് ചെയ്യുന്നത്, ആ കപ്പാസിറ്റി, പ്ലാന്റിൻ്റെ കപ്പാസിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിറ്റർമിൻസ് ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്. ആ ഒരു പോയിന്റ് നോട്ട് വെച്ചേക്കുക. മാക്സിമം ഡിമാൻഡ് ഡിറ്റർമിൻസ് ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്. ഒരു പ്ലാന്റിന് എത്ര കപ്പാസിറ്റി വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് മാക്സിമം ഡിമാൻഡാണ്. മാക്സിമം ഡിമാൻഡ് ഫാക്ടർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1.
അതേപോലെ ലോഡ് ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ 1. മാത്രമല്ല ആവറേജ് ലോഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ലോഡ് ഫാക്ടർ ആണ് എന്തിനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഓവറോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റഡ്. ഒരു യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ലോഡ് ഫാക്ടറാണ്. അപ്പോൾ ലോഡ് ഫാക്ടർ കൂടിയാൽ കോസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ മാക്സിമം ഡിമാൻഡ് എന്താണ്? കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കുറയും. പ്ലാന്റ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ആസ് എ ഡയറക്റ്റ് എഫക്ട് ഓൺ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റർ, കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡയറക്റ്റ് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ് ആ പ്ലാന്റിൽ എത്ര റിസർവ് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. ഇത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഫസ്റ്റ് ഇതിൽ. നെക്സ്റ്റ് എന്താണ്? ഇക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ. എങ്ങനെയാണ് പവർ ജനറേഷൻ, എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് വരുന്നത്, എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ താരിഫ് വരുന്നത്, അതൊക്കെയാണ് ഇക്കണോമിക്സ് ഓഫ് പവർ സിസ്റ്റത്തിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് തിയറി പോലുള്ള കുറച്ച് സാധനങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ. ഇറ്റ് ഡിറ്റർമിൻസ് ദ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കിലോ വാട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കിലോ വാട്ട് അവറിനാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വരുന്നു, ഇതൊക്കെയാണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെയിൻ പർപ്പസ് ഓഫ് ദ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ പ്ലാന്റ് ഇസ് ടു ബ്രിങ് ദ കോസ്റ്റ് ഓഫ് എനർജി പ്രൊഡ്യൂസ് ടു ദ മിനിമം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനർജി എന്ത് ചെയ്യണം? കുറക്കണം. ഓക്കെ, കോസ്റ്റ് കുറക്കലാണ് നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എഫിഷ്യൻസി ഓഫ് ദ പ്ലാന്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ എനർജി കോസ്റ്റ്. പ്ലാന്റിൻ്റെ എഫിഷ്യൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എനർജി കോസ്റ്റ് എത്ര വേണമെന്നുള്ള ആ സാധനത്തിന് ഡിറ്റർമിൻ ചെയ്യും. എഫിഷ്യൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നതാണ് എപ്പോഴും കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് സപ്ലൈ കൊടുക്കുക അറ്റ് എ മിനിമം കോസ്റ്റ്. മിനിമം കോസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കുക? സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കോസ്റ്റാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. കോസ്റ്റ് പെർ KWH നെറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഒരു കിലോ വാട്ട് അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വേണമെന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫിക്സഡ് കോസ്റ്റ്. എന്തൊക്കെയാണ് ഒരു പ്ലാന്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. ഓക്കെ, മാത്രമല്ല ഡിപ്രീസിയേഷൻ എത്ര അത് കുറയുന്നുള്ള സാധനം വരും. അതേപോലെ ഇൻഷുറൻസ് വരും, ടാക്സ് വരും, അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഒരു പ്ലാന്റ് കൺസ്ട്രക്ഷൻ്റെ ഇത് വരുന്ന സമയത്ത് പ്ലാന്റ് ഉൾപ്പെടെയുള്ള ലാൻഡ് കൺസ്ട്രക്ഷൻ വരുന്ന ആ ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡ് ഉൾപ്പെടെയുള്ള കൺസ്ട്രക്ഷൻ സമയത്ത് വരുന്ന എല്ലാ കോസ്റ്റും എന്താണ്? ഫിക്സഡ് കോസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്. ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കോസ്റ്റ് ഒക്കെയാണ് എന്ത്? ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്. അതായത് സാലറീസ് ആൻഡ് വേജസ് വരും. ഓവർ ഹോളിംഗ് ഓഫ് ദ എക്യുപ്മെൻറ്റ്, ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ടൈമിന് കൂടുതൽ വരുമ്പോൾ അത് വരും. റിപ്പയേഴ്സ് വരും, സ്പെയർ പാർട്സ് വരും, വെള്ളം, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കെമിക്കൽ, പിന്നെ മിസലേനിയസ് എക്സ്പെൻസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്. അടുത്തെന്താണ്? ഫ്യൂവൽ കോസ്റ്റ്. എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം, അതിനനുസരിച്ച് നമുക്ക് എന്താണ്? ഫ്യൂവൽ വേണം. ഓക്കെ, ഇൻ KWH നെറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ക്യാരിഡ് ഔട്ട് പെർ ഇയർ. എത്ര എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള അതൊക്കെ എന്തിൽ വരും? ഈ കോസ്റ്റ് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഇതൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ കോസ്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫിക്സഡ് കോസ്റ്റ്, സെമി ഫിക്സഡ് കോസ്റ്റ്, മൂന്നാമത്തെ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, 3 കോസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്ന് നമുക്കെടുത്ത് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തില്ല? മെഷീൻ ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡിനെയോ പ്ലാന്റ് കപ്പാസിറ്റി, എനർജി ജനറേറ്റ് എന്നത് ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാക്സിമം ഡിമാൻഡ്, പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് എനർജി ജനറേറ്റഡ്. ഫിക്സഡ് കോസ്റ്റ് എന്തൊക്കെ വരും? ആനുവൽ ചാർജസ് ഓഫ് ദ സെൻട്രൽ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ്. നമ്മുടെ ഏത് മാനേജ്മെൻ്റ് ആണ് ഇത് ചെയ്യുന്നത് അവരുടെ ആനുവൽ ചാർജ് വരും, സാലറി വരും, ഇൻട്രസ്റ്റ് ഓൺ ദ ലാൻഡ് കോസ്റ്റ് ഒക്കെ എന്താണ്? ഫിക്സഡ് കോസ്റ്റാണ്. അത്ര ഇമ്പോർട്ടൻറ്റ് ലെസൺ ഓടിച്ചുകൂടാണ്. സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എനർജി, എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷേ മാക്സിമം ഡിമാൻഡിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സെമി ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കൂടിയാൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ്, ബാങ്ക് പലിശ, അതുപോലെ ഡിപ്രീസിയേഷൻ. പ്ലാന്റിൽ എന്തുണ്ട്? ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ വരും, കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? സെമി ഫിക്സഡ് കോസ്റ്റ് വരുന്നത്.
പിന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ എന്തിലാണ് വരുന്നത്? സെമി ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. നീഡഡ് ഫോർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സെമി ഫിക്സ്ഡ് ആണ്. സാലറീസ് എന്താണ്? സെമി ഫിക്സ്ഡ് ആണ്. കാരണം ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റലേഷൻ്റെ സൈസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെ പവർ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് സാലറിയും ബാക്കി സ്റ്റാഫിൻ്റെ എണ്ണമൊക്കെ കൂടും, സാലറി ഒക്കെ കൂടും. അപ്പോൾ സെമി ഫിക്സ്ഡ് ആണ് അത് വരിക. നെക്സ്റ്റ് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതിലെന്തൊക്കെ വരും? ഒരു എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടോ അതാണ് എന്ത് വരിക. ഇപ്പോൾ ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്ത്, എനർജി ജനറേഷനാണ് എന്ത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തൊക്കെ വരും? കോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽ വരും, ഓക്കെ, മെയിൻ്റനൻസ് റിപ്പയർ വരും, സാലറീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സ്റ്റാഫ്, ഓക്കെ, പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ സാലറീസ് വരും. പിന്നെ ഫീഡ് വാട്ടർ, തെർമൽ പവർ പ്ലാന്റ് സ്റ്റേഷനിലെ ഫീഡ് വാട്ടറിലും അതിന് ഇത് വരും. പിന്നെ ഹൈഡ്രോ പവർ പ്ലാന്റിലും തെർമൽ പ്ലാന്റിലും എന്തുണ്ട്? വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം, കൂളിംഗ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് ഈ എൻറിച്ച്മെൻറ്റ് ഓഫ് ഫ്യൂവൽ, യുറേനിയം എൻറിച്ച്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റ്. അങ്ങനെ 3 കോസ്റ്റും കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് സെമി ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് റണ്ണിങ് കോസ്റ്റ്, മൂന്നിൻ്റെ സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? ഫിക്സ്ഡ് എ ആണ്. സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാക്സിമം ഡിമാൻഡ് KWനെ ഡിപ്പെൻഡ് ചെയ്യും. റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് KWHനെയാണ് ഡിപ്പെൻഡ്, എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞത് ആനുവൽ കോസ്റ്റ്, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എ എന്ന് പറഞ്ഞ ടേം കൊടുത്തു. ബി എന്ന് വെച്ചാൽ എന്താ? ബി കോൺസ്റ്റന്റ് ആണ്, അത് ഇൻറ്റു എത്രയാണ് മാക്സിമം ഡിമാൻഡ്, അതാണ് സെമി ഫിക്സ്ഡ് കോസ്റ്റ് വരിക, ബി ഇൻറ്റു KW. അടുത്ത സി എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ കൂടെ എത്ര KW ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ്, എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ റണ്ണിങ് കോസ്റ്റ് കിട്ടും. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ a KW പ്ലസ് ബി KWH. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ കൂടെ മാക്സിമം ഡിമാൻഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് പാർട്ട് ഇതിൽ എന്ത് കിട്ടും? സെമി ഫിക്സ്ഡ് പാർട്ടിൻ്റെ ഇത് കിട്ടും. രണ്ടാമത്തെ ബി ആനുവൽ കോസ്റ്റ് ഓഫ് ദ സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതിൻ്റെ ആനുവൽ കോസ്റ്റ് കിട്ടും. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടുക. ഇനി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഓക്കെ, ദ കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ ഇസ് ഡിക്രീസ്ഡ് ബൈ, എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലോങ്ങർ ലൈഫും പ്രോപ്പർ കപ്പാസിറ്റി ഉള്ള എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ലോഡ് ഫാക്ടർ കൂട്ടുക. ഹൈ ലോഡ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് എന്ത് ചെയ്യാം? കുറയ്ക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, റണ്ണിങ് ദ പവർ സ്റ്റേഷൻ അറ്റ് ഹൈ ലോഡ് ഫാക്ടർ എന്ത് ചെയ്യുക? ഇൻക്രീസ് എഫിഷ്യൻസി, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ സൂപ്പർവൈസ് ഉണ്ടാക്കുക. പിന്നെ യൂസിങ് എ പ്ലാന്റ് ഓഫ് സിമ്പിൾ ഡിസൈൻ ദാറ്റ് ഡസ് നോട്ട് നീഡ് ഹൈലി സ്കിൽഡ് പേഴ്സണിനെ ഇല്ലാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് എ പവർ പ്ലാന്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഒരു പവർ പ്ലാന്റിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഓക്കെ, ഓപ്ഷൻസ് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓൺലി, ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓൺലി, ബോത്ത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആൻഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, നെയ്തർ എ ഓർ ബി. എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇനീഷ്യലായിട്ട് വരുന്ന കോസ്റ്റാണ്. അതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? എത്രയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കപ്പാസിറ്റി, ഇപ്പോൾ 50 മെഗാവാട്ട്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 50 മെഗാവാട്ട്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതുപോലത്തെ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യും? അപ്പോൾ എത്ര 4 യൂണിറ്റ് 50 മെഗാവാട്ട്സിന് യൂണിറ്റാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 50 ഇൻറ്റു 4 അതാണ് എന്ത്? ടോട്ടൽ. അതിനനുസരിച്ചായിരിക്കും ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടാവും. എന്തൊക്കെ വരും? ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും വരും, അതേകൂടെ നമ്പർ ഓഫ് യൂണിറ്റ്സും കൂടി എന്ത് ചെയ്യും? ക്യാപിറ്റൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആൻഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ? എന്താ? ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ സ്ക്രാപ്പായിട്ട് പോവാണ്. ചില സാധനങ്ങൾക്ക് സ്ക്രാപ്പ് വേസ്റ്റ് ആയിട്ട് പോകും, സ്ക്രാപ്പായിട്ട് പോകും, ആക്രി സാധനങ്ങളൊക്കെ ആയിട്ട് പോകും. അതൊക്കെയാണ് ഇത് ഡിപ്രീസിയേഷനിൽ വരിക. ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്തെങ്കിലും കുറഞ്ഞു വരും, യൂസൊക്കെ അനുസരിച്ചിട്ട് കുറഞ്ഞു വരും. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്? മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് മെത്തേഡ് ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ കോസ്റ്റ് നിന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുക. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത് ഡിപ്രീസിയേഷൻ. ഓക്കെ, ആനുവൽ ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, അതിനാണ് ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യുന്ന അങ്ങനെയാണ്. സിമ്പിൾ മെത്തേഡ് ആൻഡ് ഈസി ടു അപ്ലൈ. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിലെന്തില്ല? കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല. ഓക്കെ, കാരണം ഡിപ്രീസിയേഷൻ കോൺസ്റ്റന്റ് അസ്യൂം ചെയ്തിട്ടാണ് എന്തിനാ
നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് അസംഷൻ ഓഫ് കോൺസ്റ്റന്റ് ഡിപ്രീസിയേഷൻ. എക്യുപ്മെന്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഓരോ ഇയറിലും കോൺസ്റ്റന്റ് ആയിട്ടാണ് ഡിപ്രീസിയേഷൻ വരുന്നതെന്ന് അസ്യൂം ചെയ്തിട്ടാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ചെയ്യുന്നത്. അത് കാരണം ഇതായിരിക്കില്ല, കറക്റ്റ് ആയിരിക്കില്ല. അത് മാത്രമല്ല എന്തും കൂടി നമ്മൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്തെന്താ, ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്. എന്താണ്, ഫിക്സ്ഡ് അല്ല. അതായത് ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് ആയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജസ് മെയ്ഡ് എവറി ഇയർ അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഓൺ ദ ഡിമിനിഷിംഗ് വാല്യൂ ഓഫ് ദ എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റിന്റെ ഡിമിനിഷിംഗ് വാല്യൂ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചാർജസ്. ഏർലർ ഇയേഴ്സിന് എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. പിന്നെ ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ കൂടിക്കൊണ്ടി വരും. ഓക്കെ, കാരണം ഏർലി ഇയേഴ്സിൽ എന്തില്ല, മെയിൻ്റെനൻസ് റിപ്പയർ ചാർജസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. അത് കാരണം ഡിപ്രീസിയേഷൻ ചാർജസ് എന്താണ്, കൂടുതലാണ് വരിക. ഓക്കെ, ഇൻ ദ ഏർലി ഇയേഴ്സ് ഡിപ്രീസിയേഷൻ ചാർജസ് ആർ മോർ വൈൽ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ചാർജസ് ആർ ലെസ്. ഇൻ ലേറ്റർ ഇയേഴ്സ് ഡിപ്രീസിയേഷൻ ചാർജസ് ആർ ലെസ് വൈൽ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ചാർജസ് ആർ ഹയർ. അപ്പോൾ ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് മെയിൻ്റെനൻസ് ചാർജും റിപ്പയർ ചാർജും ഒക്കെ കൂടും. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഈ മെത്തേഡിലും എന്ത് ചെയ്യുന്നില്ല, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇപ്പോൾ എന്ത് വരും, ഇയേഴ്സ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ ഇനീഷ്യലി ചെറിയൊരു വേരിയേഷൻ ഉണ്ടായുള്ളൂ, ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് വേരിയേഷൻ എന്തെങ്കിലും കൂടി വരും. ഇതാണ് എന്ത്, ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ്. നെക്സ്റ്റ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് നമ്മൾ ബാക്കി രണ്ടിലും എന്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇവിടെ ഫിക്സ്ഡ് ഡിപ്രീസിയേഷൻ ചാർജ് മെയ്ഡ് എവറി ഇയർ, ഓരോ ഇയറിലും എന്ത് ചെയ്യും, ഫിക്സ്ഡ് ഡിപ്രീസിയേഷൻ ചാർജ് ഉണ്ടാവും. എന്നിട്ട് അതിലെ ഇൻട്രസ്റ്റും കൂടി എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇത് നമ്മൾ വൈഡായിട്ട് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യാറില്ല സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൈ ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ കൂടിയാൽ എന്ത് സംഭവിക്കും, എന്താണ്, ലോഡ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, reduces the cost per unit generated. That is, a high load factor reduces the overall cost per unit generated. Total cost എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ഹയർ ലോഡ് ഫാക്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് വിൽ ബി മോർ. കാരണം എന്താ, ലോഡ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്, ലോഡ് ഫാക്ടർ എന്ന് വെച്ചാൽ യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, ഇപ്പോൾ ലോഡ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ യൂണിറ്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് ജനറേഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ആ പ്ലാന്റിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ റേറ്റഡ് കപ്പാസിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് എന്താ, റെഡ്യൂസസ് ദ വേരിയബിൾ ലോഡ് പ്രോബ്ലംസ്. എ ഹൈ ലോഡ് ഫാക്ടർ റെഡ്യൂസസ് ദ വേരിയബിൾ ലോഡ് പ്രോബ്ലംസ് ഓൺ ദ പവർ സ്റ്റേഷൻ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എ ഹയർ ലോഡ് ഫാക്ടർ മീൻസ് കമ്പാരിറ്റീവ്ലി ലെസ് വേരിയേഷൻ ഇൻ ദ ലോഡ് ഡിമാൻഡ് അറ്റ് വേരിയസ് ടൈംസ്. ഓക്കെ, ലോഡ് ഫാക്ടർ കൂടുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഓരോ ലോഡ് എന്ത് ചെയ്യില്ല, പല ചെയ്യുന്നതനുസരിച്ച് എന്തുണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ലോഡ് വേരിയേഷൻ പ്രോബ്ലം കൂടി എന്ത് ചെയ്യും, ലോഡ് ഫാക്ടർ കൂടിയാൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, വാട്ട് ഈസ് ദ സാൽവേജ് വാല്യൂ ഓഫ് എ പ്ലാന്റ്? Is always positive, is zero, is always negative, maybe any of this. ഓക്കെ, സാൽവേജ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, എല്ലാ വർഷവും ആ സാധനത്തിന് എന്തായിരിക്കില്ല, സെയിം വാല്യൂ ആയിരിക്കില്ല. എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ വരാം, ചിലപ്പോൾ ഇൻക്രീസ് വരാം, ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആവാം. ഓക്കെ, അതിനാണ് സാൽവേജ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും, ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ സീറോ ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഓപ്ഷൻ എന്താണ്, മേ ബി എനി വൺ ഓഫ് ദിസ്. ഇതിൽ ഏത് വേണമെങ്കിലും സാൽവേജ് വാല്യൂക്ക് എന്ത് വരാം, വാല്യൂ വരാം. ഓക്കെ, പോസിറ്റീവ് ആവാം, സീറോ ആവാം. ഡിപ്രീസിയേഷൻ ചാർജ് മെത്തേഡ് മേ ബി ബേസ്ഡ് ഓൺ വിച്ച് മെത്തേഡ്? ഡിപ്രീസിയേഷൻ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചത്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തെ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ്, മൂന്നാമത്തെ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, എന്തായിരിക്കും, ബോത്ത് എ ആൻഡ് ബി ആണ് എന്ത് വരിക, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് കോസ്റ്റിൽ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി, ദ ആനുവൽ ഡിപ്രീസിയേഷൻ റിസർവ് ഡിപ്പെൻഡ്സ് ഓൺ. ഓക്കെ, ആനുവൽ ഡിപ്രീസിയേഷൻ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് ക്യാപിറ്റൽ കോസ്റ്റ് ഓൺലി, സാൽവേജ് വാല്യൂ ഓൺലി, ഓൺ എനി ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഫാക്ടർ, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ റിസർവ് എന്ന് പറയുന്നത് എന്തിനൊക്കെ, ക്യാപിറ്റൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സാൽവേജ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്രീസിയേഷൻ ഫാക്ടറിനെയും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ് ഇത് വരിക, ആൻസർ വരിക. നെക്സ്റ്റ്, താരിഫ്. അത് കൺസ്യൂമേഴ്സിന് നമുക്ക് കോസ്റ്റ് എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു, അത് കൺസ്യൂമേഴ്സിന് എന്ത് കൊടുക്കണം, കൊടുക്കണം. ആ കൺസ്യൂമേഴ്സിന് കൊടുക്കുമ്പോൾ ഒരു എമൗണ്ട് വേണമല്ലോ, ആ ഏത് റേറ്റിനാണ് കൊടുക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് താരിഫ്. ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് സോൾഡ് ടു ദ കൺസ്യൂമേഴ്സ് ഈസ് നോൺ ആസ് താരിഫ്.
ഓക്കെ. അപ്പോൾ താരിഫ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം? എന്തായിരിക്കണം? ടോട്ടൽ കോസ്റ്റ് ഓഫ് ജനറേറ്റർ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്താ നമുക്ക് കിട്ടണം, റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റണം. അടുത്തെന്താ? റീസണബിൾ പ്രോഫിറ്റ് ഉണ്ടാവണം. അത് മാത്രമല്ല കൺസ്യൂമേഴ്സിന് ഒരു ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ഈസി ടു അപ്ലൈ ആയിരിക്കും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ഒക്കെ ഉള്ള താരിഫ് ആവരുത്. പിന്നെ ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ദാൻ എ കോമ്പറ്റീറ്റർ. ഇപ്പോൾ രണ്ട് കോമ്പറ്റീറ്റർ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KCB മാത്രമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ വേറെ നോർത്തുള്ള സ്റ്റേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റായാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സിമ്മൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ഇതാണ് കുറഞ്ഞ താരിഫ് തരുന്നത്, അതൊക്കെ രീതിയിൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, താരിഫ് കാൽക്കുലേറ്റ് ചെയ്യുക. കോമ്പറ്റേറ്ററുമായിട്ട് നോക്കുന്ന സമയത്ത് അവരെക്കാളും അട്രാക്റ്റീവ് ആയിരിക്കണം. ഇതൊക്കെയാണ് ഇലക്ട്രിസിറ്റി താരിഫ് ഡിസൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫ് ഉണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് സിമ്പിൾ താരിഫ്, ഫ്ലാറ്റ് റേറ്റ് താരിഫ് ഉണ്ട്, 2 പാർട്ട് താരിഫ് ഉണ്ട്, പവർ ഫാക്ടർ താരിഫ് ഉണ്ട്, 3 പാർട്ട് താരിഫ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫ്സ് ഉണ്ട്. സിമ്പിൾ താരിഫ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ് അനുസരിച്ചിട്ട് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഓക്കെ. ഒരു യൂണിറ്റ് എനിക്ക് 4 രൂപ. അപ്പോൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചാലും അത് ഇൻറ്റു 4. ഓക്കെ. അതാണ് എന്ത് സിമ്പിൾ താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് റേറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ദ എനർജി കൺസ്യൂംഡ്. യൂണിഫോം താരിഫ് ആയിരിക്കും. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ്. നോ ഡിസ്ക്രിമിനേഷൻ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഓക്കെ. ഏത് കൺസ്യൂമർ എടുത്ത്, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ആണെങ്കിലും ഡൊമസ്റ്റിക് കൺസ്യൂമർ ആണെങ്കിലും എന്തില്ല, താരിഫിൽ ചേഞ്ച് ഉണ്ടാവില്ല. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഹൈ. ഓക്കെ. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഹൈ, അതായത് എല്ലാ കൺസ്യൂമേഴ്സിനും എന്തായിരിക്കും, സെയിം താരിഫാണ് എന്തിൽ വരിക, സിമ്പിൾ താരിഫിൽ വരിക. ഇനി ഫ്ലാറ്റ് റേറ്റ് താരിഫ് രണ്ടാമത്തെ ടൈപ്പാണ്. ഫ്ലാറ്റ് റേറ്റ് താരിഫ് എന്തായിരിക്കും? ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ ചാർജ് ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ചാർജ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. ഇപ്പോൾ കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? അവരുടെ ലോഡ്, ആ കൺസ്യൂമർ യൂസ് ചെയ്യുന്ന ലോഡ് ഫാക്ടറൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. മോർ ഫെയർ ടു ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ്. ഓക്കെ. ഇപ്പോൾ കുറച്ച് എനർജി മാത്രമേ യൂസ് ചെയ്യുന്നുള്ള കൺസ്യൂമേഴ്സിന് എന്തായിരിക്കും, ഇത് ഫെയർ ആയിരിക്കും. ഓക്കെ. ഇനി സെപ്പറേറ്റ് മീറ്റേഴ്സ് ഫോർ സെപ്പറേറ്റ് ലോഡ്സ്. ഓക്കെ. ഓരോ ലോഡിനും ഓരോ മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങൾ എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഓക്കെ. ജനറലി അപ്ലൈഡ് ടു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഫ്ലാറ്റ് റേറ്റ് താരിഫിൽ എന്താ വരുന്നത്? ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ ചാർജാണ് എന്ത് വരിക, ഫ്ലാറ്റ് റേറ്റ് താരിഫിൽ വരിക. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. മൂന്നാമത്തെ ബ്ലോക്ക് റേറ്റ് താരിഫ്. ബ്ലോക്ക് റേറ്റ് താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്ര യൂണിറ്റ് വരെ ഒരു ബ്ലോക്ക്, ആ യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്ത ബ്ലോക്ക്. അതായത് നമ്മൾ എനർജി കൺസംഷൻ കൂടുതൽ ഉപയോഗിക്കാനുള്ളൊരു ഇതാണ് കാണിക്കേണ്ടത്. ഓക്കെ. കൺസ്യൂമേഴ്സ് കൂടുതൽ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കും, നമ്മൾ റേറ്റിൽ കുറവ് കൊടുക്കും. അത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് ദ എനർജി കൺസ്യൂംഡ് ഈസ് ചാർജ് അറ്റ് എ ഗിവൻ റേറ്റ്. ആദ്യത്തെ ബ്ലോക്ക് ഇത്ര kWh വരെ, ഇത്ര യൂണിറ്റ് വരെ ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും. ആൻഡ് ദ സക്സീഡിങ് ബ്ലോക്സ് ഓഫ് ദ എനർജി ആർ ചാർജ് അറ്റ് പ്രോഗ്രസീവ്ലി റെഡ്യൂസ്ഡ് റേറ്റ്സ്. അപ്പോൾ ഇതിന് 4 രൂപയാണെങ്കിൽ, ഓക്കെ, 4 റുപ്പീസ് ആണെങ്കിൽ അടുത്ത, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 യൂണിറ്റ് വരെ 4 രൂപയാണ്. 100 മുതൽ 200 യൂണിറ്റിന് എത്രയായിരിക്കും? 4 ഉണ്ടാവില്ല, 2 രൂപ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ. 200 to 300 വെച്ചിട്ട് 1 റുപ്പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ബ്ലോക്കിന് ഫിക്സ്ഡ് റേറ്റ്, ഗിവൺ റേറ്റ്, അടുത്ത ബ്ലോക്കുകൾക്ക് കുറഞ്ഞ റേറ്റിൽ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് പോകും. അതാണ് ബ്ലോക്ക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് റേറ്റ് പെർ ബ്ലോക്ക് ഇൻ ഈച്ച് ബ്ലോക്ക് ഈസ് ഫിക്സ്ഡ്. ഓരോ ബ്ലോക്കിലും ആ റേറ്റ് എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ. ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ഫോർ ദ കൺസ്യൂമേഴ്സ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് റേറ്റ്സ്. ഓക്കെ. അപ്പോൾ കുറച്ച് എനർജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഇൻസെൻറ്റീവ്സ് എന്ത് കൊടുക്കും കൺസ്യൂമേഴ്സിന്. ഹെൻസ് ദ കൺസ്യൂമേഴ്സ് യൂസ് മോർ എനർജി. ഓക്കെ. എനർജി മോർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ 200 രൂപ, ഈ ഒരു റേഞ്ചിൽ എത്ര, 2 റുപ്പീസേ ഉള്ളൂ. ബേസ് എത്രയാണ്, 4 റുപ്പീസാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സൊക്കെ ലോഡ് കൂട്ടാനുള്ള ഇതാണ് എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പോൾ ലോഡ് എനർജി യൂസ് ചെയ്യുന്നത് കൂട്ടും, പക്ഷെ അത്രയും കോസ്റ്റ് എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്ത് ബ്ലോക്ക് റേറ്റ് താരിഫ് ആയിരിക്കും. അത് കാരണം കൺസ്യൂമേഴ്സ് മോർ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലോഡ് ഫാക്ടർ കൂടും അല്ലേ, കൂടുതൽ ലോഡ് കണക്ട് ചെയ്യും. അപ്പോൾ ലോഡ് ഫാക്ടർ കൂടും. ലോഡ് ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ജനറേഷൻ എന്ത് ചെയ്യും, കുറയും. അതാണ് ബ്ലോക്ക് റേറ്റ് താരിഫ്. നെക്സ്റ്റ് മാക്സിമം ഡിമാൻഡ് താരിഫ്. മാക്സിമം ഡിമാൻഡിൻ്റെ ബേസ് റേറ്റിലാണ് എന്ത് ചെയ്യുക, താരിഫ് ചെയ്യുക. ഓക്കെ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ എ മാക്സിമം ഡിമാൻഡ് മീറ്റർ. ലാർജ് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനൊക്കെയാണ് എന്ത് ചെയ്യുക, മാക്സിമം ഡിമാൻഡ് വെച്ചിട്ട് നമ്മൾ താരിഫ് കൊടുക്കുക. നെക്സ്റ്റ് 2 പോർട്ട് താരിഫ് ഉണ്ട്, പവർ ഫാക്ടർ താരിഫ് ഉണ്ട്, 3 പോർട്ട് താരിഫ് ഉണ്ട്. ഇപ്പോൾ 2 പാർട്ട് താരിഫ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് മെയിനായിട്ട് 2 കോസ്റ്റാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഫിക്സ്ഡ് കോസ്റ്റും റണ്ണിങ് കോസ്റ്റും. ഓക്കെ. ഫിക്സ്ഡ് കോസ്റ്റും റണ്ണിങ് കോസ്റ്റും, അത് രണ്ടിന് ബേസ് ചെയ്തിട്ടുള്ള
താരിഫാണിത്, ടു പാർട്ട് താരിഫ് എന്ന് പറയുന്നത്. ഇത് കൺസിസ്റ്റ് ഓഫ് ടു കോമ്പണൻറ്റ്, ഫിക്സഡ് ചാർജസ് ആൻഡ് റണ്ണിങ് ചാർജസ്. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇക്വൽ എന്ത് വരും? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് റണ്ണിങ് കോസ്റ്റ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ മാക്സിമം ഡിമാൻഡ്. റണ്ണിങ് ചാർജ് എന്തിനും ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് വിടുന്ന എത്ര എനർജി കൺസ്യൂം ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് റണ്ണിങ് ചാർജ് വരുന്നത്. ഓക്കെ, ഇനി അപ്ലൈഡ് ടു ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് വിത്ത് അപ്രീഷ്യബിൾ മാക്സിമം ഡിമാൻഡ്. കൂടുതൽ മാക്സിമം ഡിമാൻഡുള്ള ഇൻഡസ്ട്രിയലൊക്കെയാണ് ടു പാർട്ട് താരിഫ് യൂസ് ചെയ്യുന്നത്. ഹാസ് ടു പേ ദ ഫിക്സഡ് ചാർജസ് റെഗുലർലി. ഫിക്സഡ് ചാർജസ് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് പവർ ഫാക്ടർ താരിഫ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഫാക്ടർ താരിഫ്, പവർ ഫാക്ടർ താരിഫിൽ നമ്മൾ ഒന്നും കൂടി കൺസിഡർ ചെയ്യും, പവർ ഫാക്ടറും കൂടി എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ലോഡ്സിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇൻഡക്ഷൻ മെഷീൻസ് കൂടുതലുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ സംഭവിക്കും, പവർ ഫാക്ടർ കുറയും. പവർ ഫാക്ടർ കുറയുന്ന സമയത്ത് ആ കുറഞ്ഞ പവർ ഫാക്ടറും കൂടുതൽ കോമ്പൻസേഷൻ വരുന്ന രീതിയിൽ എന്ത് ചെയ്യും? താരിഫ് ഇടും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പവർ മാത്രമല്ല, നമ്മൾ എന്തും കൂടി നോക്കും, റിയാക്റ്റീവ് പവറും കൂടി എന്ത് ചെയ്യും? ഇതിനകത്ത് കൺസിഡർ ചെയ്യും. അപ്പോൾ അതിൻ്റെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് KVA മാക്സിമം ഡിമാൻഡ് താരിഫ്. ഓക്കെ, ഫിക്സഡ് ചാർജസ് ആർ ഓൺ ദ ബേസിസ് ഓഫ് MD ഇൻ KVA ഇൻസ്റ്റെഡ് ഓഫ് KW. നോർമലി നമ്മൾ KW വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പകരം ഇവിടെ നിന്ന് KVA വെച്ചിട്ട് മാക്സിമം ഡിമാൻഡ് എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് പവർ ഫാക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KVA ഡിമാൻഡ്. ഓക്കെ, KVA ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പവർ ഫാക്ടർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, പവർ ഫാക്ടർ കുറയും. നെക്സ്റ്റ് KW ആൻഡ് KVAR താരിഫ്. അതിലെന്തൊക്കെ നോക്കും? ആക്റ്റീവ് പവർ KWയും നോക്കും, അതുപോലെ റിയാക്റ്റീവ് പവറും നോക്കും, KVARും നോക്കുന്നുണ്ട്. അതിൻ്റെ കൺസെപ്ഷൻ 2 സെപ്പറേറ്റ് KVAR മീറ്ററും വെക്കും, അതുപോലെ KW മീറ്ററും വെക്കും. നെക്സ്റ്റ് സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ്. ഓക്കെ, അപ്പോൾ ഒരു റെഫറൻസ് ഉണ്ടാവും, ആ റെഫറൻസിൽ നിന്ന് കുറയുന്ന അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ റെഫറൻസ് പവർ ഫാക്ടർ ഉണ്ട് 0.8, ആ പവർ ഫാക്ടർ കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് വരും? നമ്മളെ കോസ്റ്റ് വരും. ദാറ്റ് ഇസ് ആവറേജ് പവർ ഫാക്ടർ ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്. അപ്പോൾ അതിന് വെച്ചാൽ സ്ലൈഡിംഗ് ആണെങ്കിൽ അതിനൊരു കോസ്റ്റ്. അതാണ് എന്തിൽ വരുന്നത്? പവർ ഫാക്ടർ താരിഫിൽ വരുന്നത്. നെക്സ്റ്റ് 3 പാർട്ട് താരിഫ്. 3 പാർട്ട് താരിഫ് എന്തൊക്കെ വരും? ഫിക്സഡ് കോസ്റ്റ് വരും, സെമി ഫിക്സഡ് കോസ്റ്റ് വരും, റണ്ണിങ് കോസ്റ്റ് വരും. അപ്പോൾ എന്തൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് വരിക, സെമി ഫിക്സഡ് കോസ്റ്റ് വരിക, റണ്ണിങ് കോസ്റ്റ് വരിക എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? 3 പാർട്ട് താരിഫ് വരുന്നത്. ബിഗ് കൺസ്യൂമേഴ്സിനാണ് എന്തുണ്ടാവുക? 3 പാർട്ട് താരിഫ് ഉണ്ടാവുക. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഒരു താരിഫിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് താരിഫ് കൊടുക്കുന്നത്? എന്താണ് ഓപ്ഷൻസ്? റിക്കവറി ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പവർ. പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റിന് എന്ത് ചെയ്യുക? നമ്മൾ തിരിച്ചെടുക്കുക, റീകവർ ചെയ്യുക. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യലി നമ്മൾ മുതൽ മുടക്കിയ പൈസ തിരിച്ചെടുക്കുക. പ്രോഫിറ്റ് ഗെയിൻ. ഓപ്ഷൻ എന്താണ്? ഓൾ ഓഫ് ദിസ്. ഇതിന് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? താരിഫ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ താരിഫ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ വരും? നമുക്ക് കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് അതിൽ നിന്ന് വീണ്ടെടുക്കണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടെടുക്കണം, പ്രോഫിറ്റും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് എന്ത് വരിക? താരിഫിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരിക. മോസ്റ്റ് ഐഡിയൽ താരിഫ് ഫോർ ദ കൺസ്യൂമർ ഈസ് വിച്ച് താരിഫ്? ഏത് താരിഫാണ് കൺസ്യൂമറിന് ഐഡിയൽ ആയിട്ട് വരുന്നത്? എന്താണ്? 3 പാർട്ട് താരിഫാണ് ഐഡിയൽ ആയിട്ട് വരുന്നത്. കാരണം അതിൽ ഫിക്സഡ് കോസ്റ്റ് നോക്കുന്നുണ്ട്, സെമി ഫിക്സഡ് കോസ്റ്റ് നോക്കുന്നുണ്ട്, റണ്ണിങ് കോസ്റ്റും കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, 3ഉം കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് 3 പാർട്ട് താരിഫ്. അതാണ് ഏറ്റവും കൺസ്യൂമേഴ്സിന് ഐഡിയൽ ആയിട്ട് വരുന്നത്. ഇതാണ് ഇക്കണോമിക് കൺസിഡറേഷൻ ഓഫ് പവർ സിസ്റ്റം. പവർ പ്ലാന്റിൻ്റെ ഇക്കണോമിക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ബാക്കി നമുക്ക് പവർ ഫാക്ടറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.